Let's lift up the name of Jesus. യേശുവേ, ഇന്ന് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് anointed for great exploits. വലിയ വീര്യം പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നരകത്തെ കൊള്ളയടിക്കുവാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി, തലയ്ക്ക് മീതെ കരങ്ങളെ ഒന്ന് തട്ടി. നരകത്തെ കൊള്ളയടിക്കുവാൻ, പൈശാചിക സാമ്രാജ്യത്തെ കൊള്ളയടിക്കുവാൻ, ശത്രുകോട്ടകളെ തകർത്ത് കളയുവാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ ദൂത് ദൈവം നമ്മളെ കൈമാറുവാൻ ആഗ്രഹിക്കുന്ന. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 4:18 വാക്യത്തിൽ യേശു വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ഇപ്പം യഹോവയായ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ വലിയൊരു പ്രസ്താവന. The spirit of the Lord is upon me because he has anointed me. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. മാളിക മുറിയിൽ 120 ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റായി പിളർന്ന നാവായി അവരുടെ മേൽ വന്ന് പതിഞ്ഞു. അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. കർത്താവായ യേശു പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തികൾ 1:8 വാക്യത്തിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും. അഭിഷേകം പ്രാപിച്ചവൻ ശക്തി പ്രാപിച്ചിരിക്കുന്നു. കത്തുന്ന ഒരു തീപ്പന്തമായി ആ തീയാളി കത്തുന്ന ദിവസങ്ങളാണിത്. നിങ്ങളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തെ നിങ്ങളൊന്ന് തിരിച്ചറിയുന്ന ദിവസങ്ങളാണിത്. അതിന്റെ പവർ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് അതൊന്ന് വ്യാപാരം ചെയ്യുന്ന ദിവസങ്ങളാണ്. അതൊന്ന് ഷൈൻ ചെയ്തൊന്ന് കത്തി അതൊന്ന് ജ്വലിച്ച് വെളിപ്പെടുന്ന ദിവസങ്ങളാണിത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങളുടെ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരും. കർത്താവ് വിളിച്ചു പറയുകയാണ്, യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ ആവസിക്കുന്നു. ആമേൻ. എന്തിനാണ് ഈ അഭിഷേകം? The purpose. ദൈവം നമ്മെ അഭിഷേകം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു ഉദ്ദേശമുണ്ട്. There is an assignment, ഒരു ദൗത്യമുണ്ട്. ദൗത്യത്തിന്റെ ആഴത്താൽ നാം പിടിക്കപ്പെട്ടാൽ അഭിഷേകത്തിന്റെ ആഴം നമ്മളിൽ വെളിപ്പെടും. അഭിഷേകത്തിന് എന്താ ചെയ്യാൻ കഴിയുന്നത്? യിശയ്യാപ്രവാചക പുസ്തകം 10:27 വാക്യത്തിൽ, അഭിഷേകം നുകങ്ങളെ തകർക്കുന്നു, ചുമടുകളെ എടുത്ത് കളയുന്നു. And it shall come to pass in the day that the burden shall be taken away of thy shoulder and his yoke from thy neck. ആ നാളിൽ അവന്റെ ചുമട് തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങി പോകും. അഭിഷേക നിമിത്തം, പുഷ്ടി നിമിത്തം, അഭിഷേക നിമിത്തം നുകം തകർന്നു പോകും. നിങ്ങൾ ഇരിക്കുന്ന ഈ ഒരു അന്തരീക്ഷം ഒരു മഹത്വത്തിന്റെ അന്തരീക്ഷത്തിലാണ്. അഭിഷേകം വ്യാപരിക്കുന്ന അന്തരീക്ഷത്തിലാണ്. ഹല്ലേലൂയ. അഭിഷേകത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അത് നുകങ്ങളെ തകർക്കും. അതുകൊണ്ട് ഈ ഒരു പ്രസംഗത്തെക്കാൾ ഉപരിയായി കുറച്ച് പഠനത്തിൽ കൂടെ ദൈവവചനം പഠിച്ച് ധ്യാനിച്ച് ഒന്ന് മനസ്സിലാക്കി ഗ്രൗണ്ട് ഇട്ട് നമ്മുടെ ഉള്ളിൽ കെട്ടുറപ്പ് പോലെയുള്ള ചില അടിസ്ഥാനങ്ങൾ ഇട്ട് നാം പണിഞ്ഞു പോയാൽ ഈ അഭിഷേകം കത്തിക്കൊണ്ടിരിക്കും. ഇന്ന് കത്തി നാളെ അണയുന്നൊരു അഭിഷേകമല്ല, അത് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കും. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് അത് പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്ന അന്തരീക്ഷം, I am in an atmosphere of anointing. ഒരു അഭിഷേകത്തിന്റെ അന്തരീക്ഷത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. അവിടെ പൈശാചിക നുകങ്ങൾ തകരും, അവിടെ ശാപ നുകങ്ങൾ തകരും. പാപത്തിന്റെ ആസക്തികൾക്ക് ഇരിക്കുവാൻ കഴിയുകയില്ല. അഭിഷേകം അതിനെ കട്ട് ചെയ്യും. ചിലതെല്ലാം പരിശുദ്ധാത്മാവ് കട്ട് ചെയ്യുക. അത് രോഗനുകങ്ങളായിക്കോട്ടെ, മനപ്പീഡയുടെ നുകമായിക്കോട്ടെ, ദുരാത്മബാധകളുടെ ഇന്ന് ഒരു കട്ടിങ് നടക്കുകയാണ്. നിന്നെ കുലിച്ചെഴുത്തുന്ന നിന്റെ വിഷയത്തെ അതിന്മേൽ ദൈവത്തിന്റെ കരം വന്ന് ഒരു സർജന്റെ നൈഫ് ചിലതെല്ലാം കട്ട് ചെയ്ത് വേർതിരിച്ചു കളയുന്ന പോലെ ദൈവത്തിന്റെ കരം വരുന്നു. എന്തോ ആ കരം അടിച്ചതങ്ങ് സ്വീകരിച്ചോ. നാളുകളായി നീ ഭാരപ്പെടുന്ന നിന്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. അഭിഷേകം ശക്തിയോടെ വ്യാപരിക്കുന്നു. രോഗനുകങ്ങൾ ഇന്ന് തകർന്നു മാറും. ഓരോ പകർച്ചയിലും അടുത്തൊരു ഡയമെൻഷനിലേക്ക് നമ്മൾ പറന്നു വരികയാണ്. ഞാൻ ഈ പുസ്തകം 11-ാം 32 വാക്യത്തിൽ അതിന്റെ അവസാന ഭാഗം, അതിന്റെ 2ാം ഭാഗം പറയുന്നു, ദൈവത്തെ അറിയാവുന്ന ജനം, ദൈവമായി ആഴമായി ബന്ധമുള്ള സ്നേഹബന്ധമുള്ള ജനം എന്ത് ചെയ്യും? അവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതികൂല അന്തരീക്ഷത്തിൽ എല്ലാം പ്രതികൂലമായി നടക്കുമ്പോൾ, കൊടുങ്കാറ്റുകൾ തിരമാലകളൊക്കെ ആഞ്ഞടിക്കുമ്പോൾ അതിന് മധ്യത്തിൽ ഉറച്ചു നിന്ന് ചെയ്യും? അവർ വീര്യം പ്രവർത്തിക്കും. The people who know their God shall stand strong. അവർ ഉറച്ചു നിന്ന് അവർ വീര്യം പ്രവർത്തിക്കും. അപ്പോൾ നമ്മുടെ മേൽ ദൈവം റിലീസ് ചെയ്തിരിക്കുന്ന ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത എന്താണ്? ഉറച്ചു നിൽക്കുവാനും വീര്യം പ്രവർത്തിക്കുവാനും. The anointing over your life is for you to stand strong and to do great exploits. ചെറിയ ദൈവപ്രവർത്തികൾ ചെയ്തെടുക്കുവാനല്ല, ഒരു കൂട്ട അഭിഷേകമാണ് ദൈവസഭയിൽ പകരുന്നത്. ഒരു പേഴ്സണൽ ഇൻഡിവിജ്വൽ അനോയിന്റിംഗിന്റെ ഒരു ഡിമെൻഷനിൽ നിന്ന് അപ്പസ്റ്റോളിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിലേക്ക് ദൈവം ഒരു വലിയ തലം തുറക്കുകയാണ്. It's a corporate anointing. ഇതൊരു പൊതു അഭിഷേകമാണ്. This is a corporate anointing. ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ, വൻ എക്സ്പ്ലോയിറ്റുകളെ ചെയ്യുവാൻ, വലിയ വീര്യപ്രവർത്തികളെ ചെയ്യുവാൻ ദൈവം തന്റെ ജനത്തെ, തന്റെ സഭയെ, തന്റെ എക്ലേസിയയെ ദൈവം അഭിഷേകം ചെയ്യുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അഭിഷേകത്തിന്റെ ആഴങ്ങൾ, പകർച്ചകൾ നടക്കും. ഹല്ലേലൂയ. ആഗ്രഹമുള്ളവർ, ദാഹമുള്ളവർ, എരിവുള്ളവർ, ആ ഉദ്ദേശ ദൗത്യത്താൽ പിടിക്കപ്പെട്ടവർ, ആ നിയോഗത്താൽ പിടിക്കപ്പെട്ടവർ, നിങ്ങളെ തന്നെ ഏൽപ്പിച്ചാൽ നിങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന അഭിഷേകത്തിന്റെ മാറ്റ് വർദ്ധിക്കും. ആമേൻ. ഒരു വലിയ വിപ്ലവം സംഭവിക്കും. നമ്മിലുള്ള ഒരു വലിയ വിപ്ലവം നടക്കും. ഭാരതദേശം, രാജ്യങ്ങളിൽ അഭിഷേകം വലിയ വീര്യപ്രവർത്തികളെ ചെയ്യുവാൻ ഇടയായി തീരും. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തെ അറിയാവുന്ന ജനം, the people who know their God. അതുകൊണ്ട് തന്നെ രഹസ്യ സ്ഥലങ്ങളിൽ നാം ദൈവത്തോട് നാം സമയങ്ങൾ ചെലവിടുമ്പോൾ, ദൈവത്തോട് പേഴ്സണൽ ആയിട്ടുള്ള ഇന്റിമേറ്റ് കമ്മ്യൂണിയനിൽ
കർത്താവ് പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകൾ ആയിരിക്കുന്നു. എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. ദൈവത്തെ അറിയാവുന്ന ജനം, ദൈവത്തിൽ വസിക്കുന്ന ജനം, എങ്ങനെ ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നു, ആ സ്നേഹത്തിൽ വസിക്കുന്നു, ആ ഇന്റിമസിയിൽ വസിക്കുന്നു, അവിടെ വലിയ ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. വലിയ ഫ്രൂട്ട്ഫുൾനെസ്, ഫലപ്രദമായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ പ്രവൃത്തി, പ്രത്യേകത, അതിന്റെ ഉദ്ദേശം ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ, വലിയ വിപ്ലവങ്ങളെ ചെയ്യുവാൻ, വലിയ വീര്യപ്രവർത്തികളെ ചെയ്യുവാൻ, നരകത്തിന്റെ കോട്ടകളെ തകർക്കുവാൻ, നരകത്തെ കൊള്ളയടിക്കുവാൻ, പൈശാചിക സാമ്രാജ്യത്തെ തകർക്കുവാൻ ഈ അഭിഷേകം നമ്മുടെ മേൽ ചലിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 16-18 വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുക. ഞാൻ തന്നെ എന്റെ സഭയെ പണിയും. കർത്താവ് എന്തുകൊണ്ട്, എവിടെ വെച്ച്, എങ്ങനെ, അതെല്ലാം പറഞ്ഞു. എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത്? ആ വാക്കുകൾ ഒരു മിലിറ്ററി കമാൻഡർ തന്റെ ജനത്തോട് പറയുന്ന മിലിറ്ററി ലാംഗ്വേജ് ആണ്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവത്തിന്റെ ലാംഗ്വേജിലേക്ക്, യേശുവിന്റെ ആ ലാംഗ്വേജിലേക്ക്, യേശു സംസാരിച്ച ആ സംസാര ശൈലിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരിക. ഒരു മിലിറ്ററി ജനറൽ പറയുന്ന വാക്കുകളാണ്, ഞാൻ തന്നെ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതൊരു സൈന്യത്തിന്റെ ലാംഗ്വേജ് ആണ്, അതൊരു മിലിറ്ററി ലാംഗ്വേജ് ആണ്. അനേക രാജാക്കന്മാർ വന്നു പോയി. പക്ഷെ അതിന്റെ മധ്യത്തിൽ യേശു പറയുകയാണ്, പിതാവിനെ അയച്ച ഒരു ദൗത്യവുമായി ഞാൻ വന്നിരിക്കുന്നു. ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ, ഇളകാത്ത, കുലുങ്ങാത്ത, അവസാനമില്ലാത്തൊരു രാജ്യം സ്ഥാപിക്കുവാൻ ദൈവം എന്നെ അയച്ചിരിക്കുകയാണ്. ആ മിഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ എന്റെ സഭയെ പണിയും. അതിനുവേണ്ടിയാണ് യഹോവ എന്നെ അഭിഷേകം ചെയ്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ മേൽ ദൈവം അയച്ചിരിക്കുന്നത്. ഞാൻ എന്റെ സഭയെ പണിഞ്ഞെടുക്കും. അത് പാതാള ഗോപുരങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരിക്കും. ഇത് കർത്താവിന്റെ ഒരു ജനറലിന്റെ വാക്കുകളാണ്. സാധാരണ രീതിയിൽ സ്തോത്രം, പിശാച് നമ്മെ ഒന്നും ചെയ്യരുതേ, പിശാച് കാണാതെ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ രക്തത്തിന്റെ മറവിൽ അങ്ങ് മറഞ്ഞിരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടമാണ് നാം. പക്ഷെ കർത്താവ് അതങ്ങ് മാറ്റി. കർത്താവ് പറയുക, എങ്ങനെ ഒരു സൈന്യം അങ്ങോട്ട് കടന്നു കയറി പിശാച് മോഷ്ടിച്ചു വെച്ചിരിക്കുന്ന പിതാവാം ദൈവത്തിന്റെ സമ്പത്ത്, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ തന്റെ അടിമത്വത്തിലാക്കിയിരിക്കുന്ന പിശാചിന്റെ ഗേറ്റുകളെ തകർത്ത്, ഗോപുരങ്ങളെ തകർത്ത്, കോട്ടകളെ തകർത്ത് അങ്ങോട്ട് കയറി ചെന്ന് അവന്റെ ശക്തികളെ നിർവീര്യമാക്കി അവിടുന്ന് ജനത്തെ കൊള്ളയടിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്, ഒരു സംസാരമാണ് കർത്താവ് സംസാരിച്ചത്. It was an offensive military language. The anointing is not just for the defensive but for the offensive. നമ്മുടെ മേൽ ദൈവം വ്യാപരിപ്പിച്ചിരിക്കുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകത, പിശാച് നമ്മളെ ആക്രമിക്കാതെ, നമ്മുടെ സ്തോത്രം ആരോഗ്യം എടുത്തുകൊണ്ട് പോകാതെ, നമ്മുടെ സമ്പത്ത് എടുത്തുകൊണ്ട് പോകാതെ, നമ്മുടെ മക്കളുടെ നന്മകൾ എടുത്തുകൊണ്ട് പോകാതെ ഇങ്ങനെ മറച്ചു പിടിച്ചിരിക്കുന്ന ഒരു അഭിഷേകം മാത്രമല്ല, ശത്രു പാളയത്തിലേക്ക് കടന്നു ചെന്ന്, ഹല്ലേലൂയ, ശത്രു അടിമയാക്കി, അധീനരാക്കി, മോഷ്ടിച്ചു കൊണ്ടുവച്ചിരിക്കുന്ന, അവനെ ലൂട്ട് ചെയ്യുന്ന, നരകത്തെ കൊള്ളയടിച്ച് സ്വർഗത്തെ നിറയ്ക്കുന്ന ഒരു അഭിഷേകമാണ് നമ്മുടെ മേൽ ദൈവം വ്യാപരിപ്പിക്കുന്നത്. നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തെ നാം തിരിച്ചറിയുമ്പോൾ, എന്തിനാണ് ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്, ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത എന്താണ്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഇതിന്റെ സ്കോപ്പ് എന്താണ്, ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ നാം എഴുന്നേൽക്കുവാൻ ഇടയായിത്തീരും. യശയ്യാപ്രവാചക പുസ്തകം 60-ാം അധ്യായത്തിൽ സ്തോത്രം, നാം കാത്തിരിക്കുന്നവരായിട്ടല്ല, നാം എഴുന്നേറ്റ് പ്രകാശിക്കുന്നവരായി. വീണ്ടും പ്രവചന ശബ്ദം നമ്മളിലേക്ക് വന്നതുപോലെ ഈ വെളിച്ചം വരുവാൻ നാം കാത്തിരിക്കുകയല്ല, നമ്മുടെ മേൽ വെളിച്ചം വന്നിരിക്കുന്നതുകൊണ്ട്, നമ്മുടെ മേൽ മഹത്വം ഉദിച്ചിരിക്കുന്നതുകൊണ്ട് നാം എഴുന്നേൽക്കുകയാണ്. കർത്താവിന്റെ മാർവിൽ ചേർന്ന് കിടന്ന യോഹന്നാൻ കർത്താവിനെ ഒത്തിരി സ്നേഹിച്ചു. പത്മോസിൽ ആ തീച്ചൂള അനുഭവങ്ങളുടെ മധ്യത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതിന്റെ മധ്യത്തിൽ യോഹന്നാന് വലിയൊരു വെളിപ്പാട് ഉണ്ടാകുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, എന്തിനാണ് മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷനായത്? For this purpose the Son of God manifested on this earth to destroy the works of the devil. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനല്ലോ മനുഷ്യപുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷമായത്. It's an anointing to destroy the works of the devil. We are anointed, you're anointed for great exploits. പിശാചിന്റെ പ്രവൃത്തികളെ, പൈശാചിക സാമ്രാജ്യങ്ങളെ അതിനെ ബന്ധിക്കുവാൻ, അതിന്റെ ശക്തികളെ നിർവീര്യമാക്കുവാൻ, അതിനെ കെട്ടുവാൻ, അതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുക. 3.5 വർഷക്കാലം ഈ അഭിഷേകം ചുമന്നുകൊണ്ട് യേശു നടന്നപ്പോൾ തന്റെ ജീവിതത്തിലൂടെ, തന്റെ ശുശ്രൂഷയിലൂടെ, അത് തന്നെയാണ് യേശു കർത്താവ് വെളിപ്പെടുത്തിയ അപ്പന്റെ ആദ്യത്തെ മകൻ അഭിഷേകത്താൽ നിറഞ്ഞ് പൈശാചിക പ്രവൃത്തികളെ അടിച്ചും നശിപ്പിച്ചും ദൈവരാജ്യത്തെ ഭൂമിയിൽ സ്ഥാപിച്ച ഒരു മാതൃകയാണ് നാം ദൈവത്തിൽ കാണുന്നത്. For this purpose the Son of God was manifested that he might destroy the works of the devil. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം നമ്മുടെ ദൗത്യം എന്താണ്, എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. പിശാചിന്റെ പ്രവൃത്തികളെ, അത് പാപമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, ശാപമായിക്കോട്ടെ, എന്ത് ആസക്തികളായിക്കോട്ടെ, അത് എന്ത് മന്ത്രവാദമായിക്കോട്ടെ, എന്ത് ആഭിചാരമായിക്കോട്ടെ, എന്റെ ദുരാത്മ പ്രവൃത്തികളായിക്കോട്ടെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ. അപ്പോൾ എന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സ്തോത്രം, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ, നരകത്തെ കൊള്ളയടിക്കുവാൻ, എവിടെയൊക്കെ പൈശാചിക ഗേറ്റുകൾ പിശാച് പൊക്കി വെച്ചിരിക്കുന്നു, ആ ഗേറ്റുകളെ, ആ കോട്ടകളെ തകർത്ത് അവിടെ അടിമകളായി
നെടുവീർ അനുഭവിക്കുന്ന ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ മേൽ ഒരു വിളിയും ഒരു അഭിഷേകവും ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുക. പിശാചിന്റെ പ്രവൃത്തി എവിടെ കണ്ടാലും, ദുരാത്മ പ്രവൃത്തികൾ എവിടെ കണ്ടാലും, പാപത്തിന്റെ പ്രവൃത്തികൾ എവിടെ കണ്ടാലും, അന്ധകാരത്തിന്റെ സാമ്രാജ്യത്തിന്റെ പ്രവൃത്തികൾ എവിടെ കണ്ടാലും അതിനെ അഴിക്കുവാൻ, അതിനെ ഇല്ലായ്മയാക്കുവാൻ, അതിനെ നിർവീര്യമാക്കുവാൻ, അതിനെ നിഷ്ഫലമാക്കുവാൻ എന്റെ മേൽ ദൈവത്തിന്റെ ഒരു അസൈൻമെന്റ്. എങ്ങനെ യേശു അത് നിർവീര്യമാക്കിയോ, എങ്ങനെ പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചുവോ, അങ്ങനെ തന്നെ ദൈവത്തിന്റെ മക്കൾ അഴിക്കുവാൻ, നാം ആയിരിക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ഒന്ന് എഴുന്നേറ്റ് ഈ ഭൂമിയിൽ ഒന്ന് പ്രകാശിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഒരു സൈന്യത്തെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഞാൻ എന്റെ സഭയെ പണിയും. യേശു അത് ചെയ്തു എന്ന് മാത്രമല്ല, തന്റെ സഭയെ ശക്തമായ ഒരു മാൻഡേറ്റ് കൊടുത്ത്, ഒരു ദർശനം കൊടുത്ത്, ഒരു ദൗത്യം കൊടുത്ത്, ഒരു ഉത്തരവാദിത്ത ബോധ്യം കൊടുത്ത് താൻ ചെയ്തു തന്നെ അത് ചെയ്യുവാൻ അധികാരപ്പെടുത്തിയ യേശു കർത്താവ്. An army is rising. ഒരു സൈന്യം എഴുന്നേൽക്കുകയാ. ദൈവത്തിന്റെ ലാംഗ്വേജ്, യേശുവിന്റെ ലാംഗ്വേജ് സംസാരിക്കുന്ന, ആ ലെവലിൽ സംസാരിക്കുന്ന, ആ ലെവലിൽ കാര്യങ്ങൾ ചെയ്യുന്ന, ആ ലെവലിൽ ദൈവത്തിന് വേണ്ടി വീര്യം ചെയ്യുന്ന, എക്സ്പ്ലോയിറ്റുകൾ ചെയ്യുന്ന ഒരു സൈന്യത്തെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഇന്ന് ഭൂരിഭാഗം വിശ്വാസികളുടെ ആത്മീയവസ്ഥ എടുത്തു നോക്കിയാൽ അവർ ക്ഷീണിച്ചും തളർന്നും പരാജയപ്പെട്ടും കരഞ്ഞും പ്രാർത്ഥിച്ചും ഒക്കെ പോകുന്ന ഒരു ആത്മീയവസ്ഥയാണ്. പക്ഷേ ഇന്ത്യ നാളുകളിൽ ദൈവം ചില വ്യക്തികളെ അഭിഷേകം ചെയ്തു എന്ന് മാത്രമല്ല, ഒരു പൊതു അഭിഷേകം, a mass anointing, a corporate anointing. ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന, ഹല്ലേലൂയ, കർത്താവായ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ വലിയ സൈന്യത്തിന്റെ ഭാഗമാണെന്നുള്ള ഒരു ബോധ്യവും, ഓരോരുത്തരെ ദൈവം കൂട്ടമായി നരകത്തെ കൊള്ളയടിക്കുവാൻ, ഹല്ലേലൂയ, വ്യക്തിപരമായിട്ട് മാത്രമല്ല കൂട്ടമായി സഭയായി നരകത്തെ കൊള്ളയടിക്കുവാൻ, പൈശാചിക സാമ്രാജ്യത്തെ നശിപ്പിക്കുന്ന ഒരു ശക്തമായ ഒരു ഫോഴ്സായി ഭൂമിയിൽ വെളിപ്പെടുവാൻ എന്റെ മേലൊരു അഭിഷേകം വന്നിരിക്കുക. An anointing to destroy the works of the devil. സോർ സീദോൻ പ്രദേശങ്ങളിൽ നിന്ന് കർത്താവ് യാത്ര ചെയ്ത് ദെക്കാപോളിയിൽ വന്നു. അത് കഴിഞ്ഞ് കർത്താവ് ഗലീലയിലേക്ക് വരുന്ന ഒരു ഭാഗമാണ് മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. കർത്താവിന്റെ അടുക്കലേക്ക് ഈ വചനം നാം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു തീ കത്തുകയാണ്. ഇതാ ഞാൻ ദൈവത്തിന്റെ ഹിതത്തെ ചെയ്യുവാൻ നിവർത്തിക്കുവാൻ പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതിന് ഞാൻ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. യേശു പറഞ്ഞതുപോലെ ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമുക്കൊരു വെളിപ്പാട്, വെളിച്ചം തരികയാണ്. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന തിരുവചനം ഞാൻ കേൾക്കുകയാണ്, ഞാനത് തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന്റെ നിയോഗങ്ങളെ നിവർത്തിച്ചെടുക്കുവാൻ, നരകത്തെ കൊള്ളയടിക്കുവാൻ, പൈശാചിക സാമ്രാജ്യത്തെ നശിപ്പിക്കുവാൻ, ദൈവത്തിന്റെ രാജ്യത്തെ ഭൂമിയിൽ സ്ഥാപിതമാക്കുവാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ള വലിയൊരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ വന്ന് ആദ്യത്തെ പുത്രനായ യേശു എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചതുപോലെ നാം ഓരോരുത്തരും എഴുന്നേറ്റ് പറയുകയാണ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ഇതാ ചെങ്ങന്നൂരെ ഞാൻ വന്നിരിക്കുന്നു, കേരളമേ ഞാൻ വന്നിരിക്കുന്നു, ഭാരതമേ ഞാൻ വന്നിരിക്കുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ നരകത്തെ കൊള്ളയടിക്കാൻ ഇതാ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറയത്തക്ക ഒരു ധൈര്യവും ഒരു പ്രാഗൽഭ്യവുമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുവാൻ ഇടയായി തീർക്കുന്ന സ്തോത്രം. Hallelujah. Behold, I come in the scroll of the book as it is written of me to do your will, O God. നിന്റെ ഹിതത്തെ നിവർത്തിക്കുവാൻ എത്ര പേര് തിരിച്ചറിയുന്നു? ദൈവത്തിന്റെ പുസ്തക ചുരുളിൽ നമ്മെ കുറിച്ച് ദൈവം എഴുതി വെച്ചിരിക്കുന്ന തിരുവെഴുത്തുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ഒരു ചലനം ഉണ്ടാകും. Hallelujah. This is what God you have spoken about me. ഇത് എന്റെ ഡെസ്റ്റിനി ആണല്ലോ, ഇതെന്നെ കുറിച്ച് അങ്ങയുടെ വിളിയാണല്ലോ. ഞാനത് തിരിച്ചറിഞ്ഞ് ഇതിലേക്ക് ഞാനൊന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവർത്തിക്കുവാൻ, ഹല്ലേലൂയ, കേരളമേ, ഭാരതമേ, രാജ്യങ്ങളെ ഞാൻ ഇതാ വന്നിരിക്കുന്നു. I am stepping into the scene. ഇതെന്റെ സീസണാണ്, ഇതെന്റെ സമയമാണ്. ചെങ്ങന്നൂരെ നീ തിരിച്ചറിയുക. അപ്പോസ്തലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിലെ എല്ലാ മക്കൾക്കും ധൈര്യത്തോടെ പറയുവാൻ കഴിയണം, ഹല്ലേലൂയ, ഇതാ പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവർത്തിക്കുവാൻ ഇതാ ഞാൻ പ്രകടമായി ഞാൻ വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ, ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കുകയാണ്. Behold, I come to do your will, O God. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 32-ാമത്തെ വാക്യം. സ്തോത്രം. അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഒരു വിക്കനായ ചെകിടനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. അവന്റെ മേൽ കൈവയ്ക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. സ്തോത്രം. യേശു ചെയ്തത് നാമും ചെയ്യുവാൻ, നരകത്തെ കൊള്ളയടിച്ച് ദൈവരാജ്യത്തെ കൊണ്ടുവരുവാൻ, ദൈവത്തിന്റെ ഹിതത്തെ കൊണ്ടുവരുവാൻ, സ്വർഗത്തെ വെളിപ്പെടുത്തുവാൻ, സ്വർഗത്തിന്റെ മാൻഡേറ്റിനെ കൊണ്ടുവരുവാൻ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകത്തിന് കഴിയും. നാം തിരിച്ചറിയുന്ന ദിവസത്തിൽ അത് നമ്മളിൽ കൂടെ വെളിപ്പെടുവാൻ ഇടയായി തീരും. അപ്പോൾ ചെകിടനായ ഒരു വിക്കനെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുവാണ്. കർത്താവ് എന്താ ചെയ്തത്? യേശു അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. യേശു എന്ത് ചെയ്തു? സഹതപിക്കുകയല്ല ചെയ്തത്. അയ്യോ കഷ്ടം, അയ്യോ എന്ത് ചെയ്യാനാ, ജന്മന ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ. അല്ല. ലുക്ക് അറ്റ് ദ സ്റ്റൈൽ ഓഫ് ജീസസ്. യേശു എന്താ ചെയ്തത്? യേശു എന്താ പ്രവർത്തിച്ചത്? യേശു അതിനെ എങ്ങനെയാ കൈകാര്യം ചെയ്തത്? ആ അഭിഷേകം എങ്ങനെയാണ് യേശുവിലൂടെ ചലിക്കുവാൻ ഇടയായി തീർന്നത്? യേശു ആ വ്യക്തിയെ ഒന്ന് വേറിട്ട് കൊണ്ടുപോയി എന്താ ചെയ്യുന്ന? അവന്റെ ചെവിയിൽ വിരലിട്ടു. അവന്റെ ചെവിയിലേക്ക് ആ വിരൽ അങ്ങിട്ടു. തുപ്പി അവന്റെ നാവിനെ തൊട്ടു. സ്തോത്രം. ആ തുപ്പലെടുത്ത് അവന്റെ നാവിൽ അങ്ങോട്ട് തൊട്ടു. പിശാച് ആക്രമിച്ച് ബാധിച്ച് അടിമയാക്കി വെക്കുന്ന രോഗത്തിന്റെ ആ അടിമത്തത്തിലാക്കി വെച്ചിരുന്ന ആ വ്യക്തിയെ അങ്ങോട്ട് കടന്നു കയറി വിരൽ ചെവിയിലോട്ടിട്ട് വിക്കി വിക്കി സംസാരിക്കുന്ന ആ നാവിൽ സ്പർശിച്ച് കർത്താവ് പരിശുദ്ധാത്മാവിനെ
അങ്ങോട്ട് പകരുകയായിരുന്നു. ആ അഭിഷേകത്തെ അങ്ങോട്ട് ഒഴുക്കുകയായിരുന്നു. തന്റെ നിയോഗത്തെ തിരിച്ചറിഞ്ഞ് പുത്രൻ ദൈവത്തിന്റെ ഹിതത്തെ, സ്വർഗത്തെ വെളിപ്പെടുത്തുകയായിരുന്നു. എന്ത് സംഭവിച്ചു? കർത്താവ് അങ്ങനെ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പെട്ടു. കർത്താവ് നെടുവീർപ്പിട്ടു. എന്തിനാ കർത്താവ് നെടുവീർപ്പിട്ടത്? തന്റെ ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ നിന്ന്, തന്റെ ആത്മാവിന്റെ അന്തരംഗത്തിൽ നിന്ന് ദൈവം മനുഷ്യരെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന ഈ മനുഷ്യനെ ഈ ഒരു അവസ്ഥയിലാക്കി വെച്ച പൈശാചിക രാജ്യത്തിന്റെ ആ പ്രവൃത്തി കണ്ടപ്പോൾ സ്തോത്രം, തന്റെ ഹൃദയം വൈരാഗ്യം കൊണ്ട്, വേദന കൊണ്ട് അടിമയാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയെ കണ്ട് സ്തോത്രം നെടുവീർപ്പിട്ട് ഒരു ജനറൽ എഴുന്നേൽക്കുന്ന പോലെ, ഒരു പടയാളി എഴുന്നേറ്റ് തന്നെ വിരോധിക്കുന്ന ഒരു വ്യക്തിയോട് ചെയ്യുന്നത് പോലെ കർത്താവ് പറയുകയാണ്, നെടുവീർപ്പിട്ടു. He groaned in the spirit. തന്റെ ഹൃദയത്തിൽ, തന്റെ ആത്മാവിൽ, തന്റെ വികാരത്തിൽ, തന്റെ ഉള്ളിൽ പൈശാചികൻ ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തിയെ കണ്ടപ്പോൾ തന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ മക്കളെ ഈ നിലവാരത്തിലാക്കിയിരിക്കുന്ന ഈ പൈശാചിക ബന്ധനത്തെ അഴിക്കുവാൻ ഒരു ബലാൽക്കാരിയുടെ ബലാൽക്കാരത്തിന്റെ ഒരു കരച്ചിലായിരുന്നു. It was a groaning and a roaring of someone who is anointed in the spirit. This ought not to be. ഇങ്ങനെ ഒരു രീതിയിലല്ല എന്ന് പറഞ്ഞ ഹല്ലേലൂയ നെടുവീർപ്പിട്ട് കർത്താവ് വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു. എഫാത്താ, തുറന്നു വരുവാൻ ദൈവം കർത്താവ് കൽപ്പിക്കുകയാണ്. എഫാത്താ. ആ വചനം ഒന്ന് വായിക്കാം. യെസ്. നെടുവേർപ്പിട്ട് തുറന്നു വരിക എന്ന അർത്ഥമുള്ള എഫദ എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ടും അഴിഞ്ഞു. ഉടനെ അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ട് അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. എഫാത്ത. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എഫാത്ത സംസാരിക്കുന്നു. യേശു നെടുവീർപ്പിട്ട് ആത്മാവിൽ ഞെരുങ്ങി, as he groaned in the spirit and said എഫാത്ത. എവിടെയെങ്കിലും നിങ്ങൾ അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, സ്തോത്രം, എഫാത്ത. അത് തുറന്നു വരട്ടെ, അത് തുറന്നു വരട്ടെ, അത് തുറന്നു വരട്ടെ. ആ മനുഷ്യന്റെ ചെവി തുറന്നു വന്നതുപോലെ, അടഞ്ഞിരിക്കുന്ന അവസ്ഥകൾ തുറന്നതുപോലെ, അവന്റെ നാവിന്റെ കെട്ട് അഴിഞ്ഞതുപോലെ ഇന്ന് ചിലത് തുറന്നു വരികയാണ്. ഇന്ന് ചിലത് അഴിഞ്ഞു വരികയാണ്. വ്യക്തമായി സംസാരിക്കുവാൻ കഴിയാത്തത് ശരിയായിട്ട് സംസാരിക്കുവാൻ ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്യുകയാണ്. നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന സകല പൈശാചിക വാതിലുകളും ഒരുപക്ഷെ രോഗമുഖം കാരണം നിങ്ങൾ അടഞ്ഞിരിക്കുകയായിരിക്കും. ശരീരം മൊത്തം രോഗമായിരിക്കും. നിന്റെ മേൽ ദൈവത്തിന്റെ എഫാത്ത വെളിപ്പെടുന്നു. നിന്റെ മേൽ ദൈവത്തിന്റെ അടഞ്ഞു കിടക്കുന്ന ഹല്ലേലൂയ സാമ്പത്തിക വാതിലുകൾ നിനക്ക് വേണ്ടി, നിന്നെ കുറിച്ചു കളയുന്ന, നിന്നെ ഇരുത്തി കളയുന്ന, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ആ കരം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. തുറന്നു വരട്ടെ. ചെവികൾ തുറന്നു വരികയാണ്. രോഗത്തിന്റെ അവസ്ഥകൾ അത് മാറുകയാണ്. സാമ്പത്തികമായി നിങ്ങൾ അടഞ്ഞിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഞെരുക്കത്തിലായിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അവിടെ ഒരു എഫാത്ത സംഭവിക്കട്ടെ. എഫാത്ത. മുഖം അഴിയുകയാണ്. ആ ബന്ധനം അഴിയുകയാണ്. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരികയാണ്. in the name of Jesus. പരാജയമാണ് നിങ്ങളുടെ മുമ്പിൽ. വീണ്ടും വീണ്ടും പരാജയം, വീണ്ടും വീണ്ടും പരാജയം. പരാജയത്തിന്റെ വാതിലാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. I speak to you, Ephata, in the name of Jesus. തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പിശാച് കെട്ടിയത് സകലതും തുറന്നു വരട്ടെ. ആ മുഖം തുറന്നു വരട്ടെ. അത് അഴിയട്ടെ. ആ നാവ് ലൂസ് ആകട്ടെ. ആ കെട്ട് പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ഞെരുക്കത്തിന്റെ അവസ്ഥകളല്ല നിങ്ങളെ ഒരു വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. ഈ മുഖത്തിന് കൊഴിഞ്ഞിരിക്കുകയല്ല. ഇന്ന് എന്തോ ഒരു എഫാത്ത. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഒരു എഫാത്ത വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. എഫാത്ത, തുറന്നു വരിക, തുറന്നു വരിക. ഇന്ന് പകൽക്കാലം തുറന്നു വരിക. ആ സാമ്പത്തിക നന്മയുടെ മണ്ഡലം തുറന്നു വരിക. നിങ്ങൾ നേരിടുന്ന കുടുംബത്തിന്റെ വിഷയത്തിന്റെ ആ സമ്മർദ്ദങ്ങൾ അത് തകർന്ന് അവിടെ വലിയ വ്യക്തതകൾ വരികയാണ്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകത എന്താണ്? പിശാച് അടച്ചു വെച്ചതിനെ മധ്യത്തിൽ ദൈവത്തിന്റെ എഫാത്ത സംസാരിക്കുവാൻ. എത്ര വലിയ കെട്ടുകളാണെങ്കിലും, എത്ര വലിയ കുരുക്കുകളിലാണ് നിങ്ങളെങ്കിലും, ഹല്ലേലൂയ, എഫാത്ത. ആ കുരുക്കുകൾ അഴിയുകയാണ്. ആ നാവ് അഴിഞ്ഞതുപോലെ, അത് വ്യക്തമായി സംസാരിച്ചതുപോലെ, ആ നാവ് ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ആ ബന്ധനം അഴിഞ്ഞു വരികയാണ്. എഫാത്ത. നരകത്തെ കൊള്ളയടിക്കുവാൻ, പൈശാചിക സാമ്രാജ്യത്തെ തകർത്തു കളയുവാൻ നിങ്ങളുടെ നാവിൽ ദൈവം ഒരു വാക്കിട്ട് തരിക. എഫാത്ത. അധികാരത്തോട് സംസാരിച്ചാൽ എഫാത്ത. ഒന്ന് ധൈര്യത്തോട് സംസാരിച്ച എഫാത്ത. നിങ്ങൾ എവിടെ കടന്നു ചെന്നാലും ദൈവത്തിന്റെ അഭിഷേകത്തെ ചുമക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ആ ജനം തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ ഒരു എഫാത്ത വെളിപ്പെടട്ടെ. ആ മനുഷ്യന്റെ നാവ് പെട്ടെന്ന് അരിഞ്ഞു. പെട്ടെന്ന് 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 ആ ദൈവം നടന്നു. പെട്ടെന്ന് അവന്റെ ചെവി തുറന്നു വന്നു. അവന്റെ നാവ് തുറന്നു. സഡൻലി, ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് പെട്ടെന്നുള്ള ദൈവത്തിന്റെ പ്രവൃത്തികൾ. പെട്ടെന്ന് വാതിലുകൾ തുറന്നു വരികയാണ്. പെട്ടെന്ന് വ്യതിയാനങ്ങൾ സംഭവിക്കുകയാണ്. പെട്ടെന്ന് അവസ്ഥകൾ മാറുകയാണ്. എഫാത്ത. ആമേൻ, ആമേൻ, ആമേൻ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം സുപരിചിതമായ വാക്യമാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ മക്കളോട് വീണ്ടും പറയുകയാണ്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ, പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി. In whom the God of this world has blinded the minds of them which believe not, lest the light of the glorious gospel of Christ, which is the image of God, should shine upon them. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു. ഈ ലോകത്തിന്റെ ദൈവമായിരിക്കുന്ന പിശാചിന്റെ സൈന്യവും വാഴ്ചകളും അധികാരങ്ങളും അന്ധകാരത്തിന്റെ അധിപതികളും സ്വർലോകത്തിന്റെ ദുഷ്ട സൈന്യവും കോടിക്കണക്കിന് ജനങ്ങളെ അന്ധകാരത്തിൽ തങ്ങളുടെ പൈശാചിക ഗേറ്റുകളിൽ അടിമയാക്കി യേശുവിന്റെ തേജസ്സേറിയ സുവിശേഷത്തിന് പ്രകാശനം ലഭിക്കാതിരിക്കുവാൻ അവരുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുക. യേശു പറയുക,
ഞാൻ എന്റെ സഭയെ പണിയും. പിശാച് കുരുടാക്കി വെച്ചിരിക്കുന്നതിനെ, പിശാച് ബന്ധിച്ചു വെച്ചിരിക്കുന്നതിനെ, പിശാച് അടച്ചു വെച്ചിരിക്കുന്നതിനെ നിർവീര്യമാക്കുവാൻ, അന്ധകാലത്തിന്റെ ആ കുരുട് മാറ്റുവാൻ ദൈവം തന്റെ പുത്രനെ അഭിഷേകം ചെയ്തു. യേശു തന്റെ ജനത്തെ അഭിഷേകം ചെയ്യുകയാണ്. നമ്മുടെ മേൽ ദൈവത്തിന്റെ ഒരു നിയോഗവും ദൗത്യവും, നമ്മുടെ മധ്യത്തിൽ ഒരു പൊതു അഭിഷേകം, ആ കോർപ്പറേറ്റ് അനോയിന്റിംഗ്. ഒരു വ്യക്തിയിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമല്ല, ഒരു അഭിഷേകത്തിന്റെ അന്തരീക്ഷം. ഈ ലോകത്തിന്റെ ദൈവമായിരിക്കുന്ന പിശാച് കെട്ടിവെച്ച സകലത്തെയും, കുരുടാക്കി വെച്ചിരിക്കുന്ന സകലത്തെയും, നുകത്തിൻ കീഴിലാക്കി വെച്ചിരിക്കുന്ന സകലത്തെയും, മന്ത്രവാദവും ആവിചാരവും പരാജയവും ദുരാത്മബാധയിൽ അടിമയാക്കി വെച്ചിരിക്കുന്ന സകലത്തെ തുറന്നു വിടുന്ന ഒരു സ്ഥലമാക്കി ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. എന്ത് വലിയൊരു ദൗത്യമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്, എന്ത് വലിയൊരു ഉത്തരവാദിത്തമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ധൈര്യത്തോട് പറഞ്ഞേ, ഈ ലോകത്തിന്റെ ദൈവമായ പിശാചും പിശാചിന്റെ സൈന്യവും പിശാചിന്റെ അധിപതികളും പിശാചൻ ദൂതന്മാരും കുരുടാക്കി വെച്ചിരിക്കുന്ന കോടാനുകോടി ജനത്തെ, അവരുടെ കുരുടുകളെ മാറ്റുവാൻ എന്റെ മേൽ ദൈവത്തിന്റെ ഒരു അഭിഷേകം, an anointing to open blind eyes. ആത്മീയ അന്ധതയിലായിരിക്കുന്ന, ശാരീരികമായ അന്ധരായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ അവർക്ക് കാഴ്ച നൽകുവാൻ, തേജസ്സേറിയ സുവിശേഷത്തിന്റെ വെളിച്ചം അവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കുവാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന സ്തോത്രം അവസാനത്തെ ഭാഗമാണ്. ക്രൂശ് മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ദൗത്യം തന്റെ ശിഷ്യന്മാർക്ക് കൈമാറി കർത്താവ് ക്രൂശിൽ മരിച്ച് താൻ മാത്രം ചെയ്ത ശുശ്രൂഷകൾ തന്റെ മക്കൾക്കും തന്റെ സഭയ്ക്കും ആ ദൗത്യം പരിമേൽപ്പിക്കുവാൻ, അധികാരം പരിമേൽപ്പിക്കുവാൻ, അഭിഷേകം പകരുവാൻ ക്രൂശിൽ പോകുന്നതിന് മുമ്പേ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കുന്ന ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല. സ്തോത്രം. യേശു നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല. ഈ സൈന്യത്തിന്റെ ഭാഗമാകുവാൻ, ഈ സഭയുടെ ഭാഗമാകുവാൻ, എന്റെ ശരീരത്തിന്റെ ഭാഗമാകുവാൻ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഐ ആം ചോസൻ. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഉറക്കെ പറയാം, ഐ ആം ചോസൻ. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. തെരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, യേശു പറയുക, ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്യുക. യു ആർ അപ്പോയിന്റഡ്. നിന്നെ ഓർഡൈൻ ചെയ്യുക, കമ്മീഷൻ ചെയ്യുക. ആ കരം ഉയർത്തി പറയാം, ഐ ആം അപ്പോയിന്റഡ് ആൻഡ് കമ്മീഷൻ. എന്തിനാണ് ദൈവം നമ്മെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? ദൈവം എന്താണ് നമുക്ക് നിയോഗിച്ചാക്കി വെച്ചിരിക്കുന്നത്? നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാൻ. എന്ത് ഫലമാണ് നിലനിൽക്കുന്ന ഫലം? പരിശുദ്ധാത്മാവിന്റെ ഫലം കായ്ക്കുവാൻ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നു, അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി വലിയ കൊള്ളകൾ ചെയ്യുവാൻ, വലിയ വീര്യം ചെയ്യുവാൻ, ആത്മാക്കളെ സ്തോത്രം വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ, പൈശാചിക ഗേറ്റുകളെ തകർത്ത് ദൈവരാജ്യത്തിലേക്ക് ജനത്തെ കൊണ്ടുവരുവാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുക. ഭാരതത്തിൽ വലിയ കൊയ്ത്ത് ചെയ്തെടുക്കുവാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. I am anointed for great exploits. വലിയ വീര്യം പ്രവർത്തിക്കുവാൻ, നരകത്തെ കൊള്ളയടിക്കുവാൻ, അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, പാപത്തിൽ കിടക്കുന്ന ജനത്തെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കാനുള്ള വലിയ ദൈവിക നിയോഗം. An anointing, a corporate anointing for a mass harvest. പൊതു അഭിഷേകം നമ്മുടെ മേൽ വെളിപ്പെടുന്ന ഈ പൊതു അഭിഷേകം കൂട്ട വിടുതലുകൾക്ക് വേണ്ടി, കൂട്ട സൗഖ്യങ്ങൾക്ക് വേണ്ടി, കൂട്ട ദൈവ പ്രവർത്തികൾക്ക് വേണ്ടി, ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി ദൈവത്തിന്റെ അഭിഷേകം ചലിക്കുകയാണ്, വ്യാപരിക്കുകയാണ്. I'm anointed for great exploits. കൊലോസ്യർക്കെതിരെ 2-ാം അധ്യായം 15-ാം വാക്യം പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി അവനെ പരസ്യ കാഴ്ചയാക്കി. അധികാരങ്ങളെയും വാഴ്ചകളെയും ആയുധവർഗം വെപ്പിച്ചു. അവന്റെ മേൽ, പിശാചിന്റെ മേൽ, പൈശാചിക സാമ്രാജ്യത്തിന്മേൽ, പൈശാചിക വാഴ്ചകളുടെ മേൽ, അധികാരങ്ങളുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവനെ പരസ്യ കാഴ്ചയാക്കി. നമ്മുടെ നാഥനായ കർത്താവ് യേശു നരകത്തെ കൊള്ളയടിച്ച് സ്വർഗത്തെ നിറയ്ക്കുവാൻ കർത്താവ് അത് നിവർത്തിച്ചെടുത്തു. ഹല്ലേലൂയ. കർത്താവ് ഇത് പ്രവർത്തിച്ചു, കർത്താവ് ഇത് ചെയ്തു എന്ന് മാത്രമല്ല, പിന്നെ കർത്താവ് എന്താ ചെയ്തത്? താൻ തന്റെ സഭയെ പണിഞ്ഞെടുക്കുകയാണ്. തന്റെ മിഷൻ, തന്റെ ദൗത്യം, തന്റെ മാനിഫെസ്റ്റോ ഈ ഭൂമിയിൽ നിവർത്തിക്കുവാൻ, ആ മഹാനിയോഗം ഭൂമിയുടെ അറ്റത്തോളം എത്തുവാൻ യേശു യെരൂശലേമിലും സമാര്യയിലും യഹൂദിയയിലും ഒതുങ്ങി നിന്നപ്പോൾ കർത്താവ് അടുത്തൊരു കൂട്ടത്തെ എഴുന്നേൽപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35-37 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. ഒരു ദിവസം 3.5 വർഷക്കാലം യേശു യഹൂദിയയിലും യെരൂശലേമിലും നടന്നപ്പോൾ യേശുവിന്റെ ഹൃദയത്തെ നമുക്കൊന്ന് കാണാം, യേശുവിന്റെ മാതൃകയെ നമുക്കൊന്ന് കാണാം. യേശു ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നും, ദൈവത്തിന്റെ പുത്രനാണെന്നും, ദൈവത്തിന്റെ ദൗത്യത്തെ നിവർത്തിക്കുവാൻ പിതാവാം ദൈവം അപ്പോയിന്റ് ചെയ്താണെന്നും, അഭിഷേകം ചെയ്ത ഒരു വ്യക്തിയാണെന്നും തിരിച്ചറിഞ്ഞ കർത്താവ് ചെയ്തിരിക്കുന്ന ആ വാക്കുകളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച്, പട്ടണം തോറും യേശു എന്താ ചെയ്തത്? നിങ്ങൾ പോയി ഫലം കായ്ക്കണമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ യെരൂശലേമിലും യഹൂദയിലും സമാര്യയിലും യേശു പട്ടണങ്ങളും ഗ്രാമങ്ങളും സഞ്ചരിച്ച് നടന്നു, പള്ളികളിൽ ഉപദേശിച്ചു. രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും സൗഖ്യമാക്കുകയും. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ, യേശു പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കണ്ടപ്പോൾ, കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടിട്ട്, ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി ജനത്തെ കണ്ടപ്പോൾ അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. തന്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, കൊയ്ത്ത് വളരെയുണ്ട്,
പക്ഷെ വേലക്കാരോ ചുരുക്കം. സ്തോത്രം. അതുകൊണ്ട് ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. വേലക്കാരെ അയക്കുവാൻ യാചിക്കുവാൻ സ്തോത്രം പറയുകയാണ്. ശിഷ്യന്മാരുടെ ഉള്ളിൽ ആ ദർശനം, തന്റെ ഹൃദയം കത്തിയ തീ താൻ പകരുകയാണ്, അഭിഷേകം പകരുകയാണ്. എവിടെ ദൗത്യം പകരപ്പെടുന്നു അവിടെ അഭിഷേകത്തിന് വലിയ പകർച്ചകൾ നടക്കും. യേശു ചുവന്ന അഭിഷേകം തന്റെ ശിഷ്യന്മാരിലേക്ക് പകരുകയാണ്. അത് പകരണമെങ്കിൽ, അതിനെ ആഴം വെളിപ്പെടണമെങ്കിൽ താൻ കാണുന്നത് അവരും കാണണം. കുഴഞ്ഞവരും ഇടനില്ലാത്ത ആടുകളെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ജനക്കോടികൾ. യേശു എന്താ ചെയ്തത്? യേശു വേലക്കാരെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പന്റെ ശബ്ദം കേട്ട്, അപ്പന്റെ വാക്ക് കേട്ട്, അപ്പന്റെ ദൗത്യത്തെ നിവർത്തിക്കുവാൻ, സ്വർഗത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ, അന്ധകാരത്തിന്റെ രാജ്യത്തെ കടന്നാക്രമിച്ച് ദൈവരാജ്യത്തെ സ്ഥാപിക്കുവാൻ വന്ന യേശു താനത് ചെയ്തു എന്ന് മാത്രമല്ല, താൻ ചിലരെ അന്വേഷിക്കുകയാണ്. ഈ അപ്പന്റെ ദൗത്യം, ഈ അപ്പന്റെ ഹിതം, ഈ അപ്പന്റെ സ്വപ്നം ഏറ്റെടുക്കുവാൻ കഴിയുന്നവരെ, ആ വില കൊടുക്കുവാൻ കഴിയുന്നവർ, അതൊന്ന് കാണുവാൻ കഴിയുന്നവർ, അതിനുവേണ്ടി സമർപ്പിക്കുവാൻ കഴിയുന്ന ചിലരെ കർത്താവിന്റെ കണ്ണുകൾ അന്വേഷിക്കുകയാണ്. കൊയ്ത്ത് വളരെയുണ്ട്, പക്ഷെ വേലക്കാരോ ചുരുക്കം. വലിയൊരു അഭിഷേകത്തിന്റെ പകർച്ച നമ്മുടെ മധ്യത്തിൽ ദൈവം പകരുകയാണ്. ഒരു കോർപ്പറേറ്റ് അനോയിന്റിംഗ് ദൈവം റിലീസ് ചെയ്യുകയാണ്. എന്തോ നമ്മുടെ സീസണുകൾ മാറി, നമ്മുടെ അളവുകൾ മാറി. നമ്മുടെ മേൽ ദൈവം വെളിപ്പെടുത്തുന്ന ഈ അഭിഷേകം, ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ, ഈ മാൻഡലുകൾ, ഈ പുതപ്പുകൾ, ഈ ഇരട്ടി പങ്ക് അഭിഷേകം ശത്രുപാളയത്തെ കടന്നാക്രമിച്ച് ജനകോടികളെ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവസ്തവകളെ സ്ഥാപിക്കുവാൻ ഒരു പ്രത്യേക നിയോഗം. ഇനി ഈ വചനം പറയുമ്പോൾ, ഈ ദൂത് പറയുമ്പോൾ, ഇതൊരു പ്രവചന ദൂതാണ്. കർത്താവ് ചിലരെ അന്വേഷിച്ചതുപോലെ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം രാത്രി മൊത്തവും പ്രാർത്ഥിച്ച് കർത്താവ് 12 പേരെ തിരഞ്ഞെടുക്കുകയാണ്. കർത്താവ് പട്ടണങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് പഠിപ്പിച്ച് ഉപദേശിച്ച് സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി നടന്ന് താൻ കണ്ടത് തന്നെ കാണുവാൻ ഒരു കൂട്ടം ജനത്തെ താൻ അന്വേഷിക്കുകയാണ്. അത് കഴിഞ്ഞ ഉടനെ മത്തായിയുടെ 9-ാം അധ്യായം കഴിയുമ്പോൾ 10-ാം അധ്യായം ആദ്യത്തെ വാക്യത്തിൽ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്ക വിളിച്ച്, 12 ശിഷ്യന്മാരെ കർത്താവ് അടുക്കൽ വിളിക്കുകയാണ്. അടുത്ത ലെവലിലേക്ക് ദൗത്യം കൈമാറുകയാണ്. അഭിഷേകത്തിന്റെ പകർച്ചകൾ നടക്കുവാൻ ഒരു കൂട്ടത്തെ ഒരുക്കിയെടുക്കുകയാണ്, ഒരു സൈന്യത്തെ വാർത്തെടുക്കുകയാണ്. തന്റെ ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരു കൂട്ടത്തെ കർത്താവ് പുറത്തെടുക്കുകയാണ്. കർത്താവ് എന്താ ചെയ്യുന്നത്? അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ, സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിക്കുവാൻ അവർക്ക് അധികാരം കൊടുത്തു. കർത്താവ് അഭിഷേകം പകരുകയാണ്. യേശു കാണിക്കുന്നത് കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറന്നാൽ, ആ നിയോഗങ്ങൾ നാം തിരിച്ചറിഞ്ഞാൽ, അഭിഷേകവും അധികാരവും നമ്മളിലേക്ക് പകരപ്പെടുവാൻ, അത് വ്യാപരിക്കുവാൻ, അത് നമ്മിൽ വലിയ വീര്യപ്രവർത്തികളെ പുറപ്പെടുവിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ അഭിഷേകത്തിന്റെ ഒരു കൈമാറ്റം സംഭവിക്കുകയാണ്, അധികാരത്തിന്റെ ഒരു കൈമാറ്റം സംഭവിക്കുകയാണ്. പൈശാചിക രാജ്യത്തെ തകർക്കുവാൻ, പൈശാചിക പദ്ധതികളെ തകർക്കുവാൻ, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ നമ്മുടെ മേൽ ദൈവത്തിന്റെ അധികാരത്തിന്റെ ഒരു ട്രാൻസ്ഫർ സംഭവിക്കുകയാണ്. 7-ാം വാക്യം നമുക്ക് വായിക്കാം. കർത്താവ് അവരെ അഭിഷേകം ചെയ്തു, അധികാരപ്പെടുത്തി. കർത്താവ് അവരെ അയക്കുന്ന ഭാഗമാണ്. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. ഒറ്റ മെസ്സേജാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഘോഷിപ്പീൻ. രോഗികളെ സൗഖ്യമാക്കുവീൻ. മരിച്ചവരെ ഉയർപ്പിപ്പീൻ. കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവീൻ. ഭൂതങ്ങളെ പുറത്താക്കുവീൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. അധികാരവും അഭിഷേകം കൈമാറുകയാണ്. യേശു ചെയ്തത് തന്നെ തന്റെ ശിഷ്യന്മാരെ ചെയ്യത്തക്ക രീതിയിൽ അവരെ മൊബിലൈസ് ചെയ്യുക, അവരെ ഒരുക്കിയെടുക്കുക, അവരെ തയ്യാറാക്കുക. He's preparing his disciples to do the same. എവിടൊക്കെ പൈശാചിക രാജ്യം, അന്ധകാരത്തിന്റെ രാജ്യം പ്രബലപ്പെട്ട് നിൽക്കുന്നു, അവിടെ എല്ലാം കടന്നു എന്ന് നിങ്ങൾ ഇത് വിളംബരം ചെയ്യണം. ഒരു രാജാവിന് ദൂതൻ വന്ന്, ഒരു ഹെറാൾഡ് വന്ന്, ദൂതുവാഹകൻ വന്ന് ഒരു ദൂത് വിളംബരം ചെയ്യുന്നത് പോലെ, കേൾക്കാ ചെങ്ങന്നൂരെ കേൾക്കാ, കേരളമേ കേൾക്കാ, ഛത്തീസ്ഗഡെ കേൾക്കാ, ദൈവ രാജ്യം വന്നിരിക്കുന്നു. പിശാചെ കേൾക്കാ, ദൈവ രാജ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിൽ ഹല്ലേലൂയ വിശ്വസിക്കുവാൻ ജനത്തോട് വലിയൊരു ആഹ്വാനം, അന്ധകാര ശക്തികളോട് വലിയൊരു ആഹ്വാനമാണ്. ഒരു രോഗി സൗഖ്യമാകുമ്പോൾ, ഒരു ദുരാത്മാവ് വിട്ടുപോകുമ്പോൾ, ഒരു ശാപം മുറിയുമ്പോൾ, ഒരു പൈശാചിക ബാധ വിട്ടുപോകുമ്പോൾ, കുരുടർ കാണുമ്പോൾ, ചെകിടർ കേൾക്കുമ്പോൾ, മരിച്ചവർ ഉയർക്കുമ്പോൾ, ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ ദൈവരാജ്യം ഭൂമിയിൽ വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ രാജ്യം വന്നിരിക്കുന്നു എന്ന് അത് സ്പഷ്ടമാകുകയാണ്. ദൈവരാജ്യം ആ കരകളെ ഉയർത്തുന്നത് പറയാം, ദൈവരാജ്യം. 12 ശിഷ്യന്മാരോട് കർത്താവ് കൽപ്പിച്ചവരെ അയക്കുക. നിങ്ങൾ റിസൾട്ടുകൾ നോക്കണ്ട, നിങ്ങൾ പോയി വിളംബരം ചെയ്യുക. നിങ്ങൾ വിളംബരം ചെയ്താൽ നിങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എന്റെ അഭിഷേകം പ്രവർത്തിക്കും. ആരാണ് നിങ്ങളോട് കൂടെ നിൽക്കുന്നത്? ആരാണ് നിങ്ങളെ ബാക്ക് ചെയ്യുന്നത്? ആരാണ് നിങ്ങളോട് ചൂട് ചലിക്കുന്നത്? ആരാണ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്? ആരാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? അത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങൾ പോയി, നിങ്ങൾ ദൈവരാജ്യം വന്നിരിക്കുന്നു, വലിയവനായ യേശു രാജാവ്, ദൈവം രാജാവായിരിക്കുന്ന രാജാവിന്റെ ഭരണം വന്നിരിക്കുന്നു, വെളിപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ വിളംബരം ചെയ്യുക. അഭിഷേകത്തിന്റെ കൈമാറ്റം. 12 പേർ നിയോഗം പ്രാപിച്ചു. യേശു കണ്ടത് കണ്ടു, അപ്പൻ കാണിക്കുവാൻ ആഗ്രഹിച്ചത് അവരത് പിടിച്ചെടുത്തു. യേശു പട്ടണങ്ങൾ തോറും സഞ്ചരിച്ചതുപോലെ, ഗ്രാമങ്ങൾ സഞ്ചരിച്ചതുപോലെ, ഇതാ 12 ശിഷ്യന്മാരും സഞ്ചരിച്ചു തുടങ്ങുകയാണ്. അവർ പോയി തുടങ്ങുകയാണ്. ഹല്ലേലൂയ. അവർ വിളംബരം ചെയ്യുകയാണ്, ദൈവരാജ്യം വന്നിരിക്കുന്നു, വന്നിരിക്കുന്നു, വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ അപ്പോയിന്റ് ചെയ്തു, ദൈവം ഞങ്ങളെ ഓതറൈസ് ചെയ്തു, ദൈവം ഞങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യേശു രാജാവായി ഭൂമിയിൽ വെളിപ്പെട്ടിരിക്കുന്നു. അവന്റെ വാഴ്ച തുടങ്ങിയിരിക്കുന്നു. അവന്റെ വാഴ്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യേശുവിനെ വിശ്വസിച്ച് ആ രാജ്യത്തിലേക്ക് പ്രവേശിച്ചാൽ അന്ധകാരത്തിന്റെ രാജ്യം മുട്ടുമടക്കും. ആ ദുരാത്മബാധ വിട്ടുമാറും. ആ
ആ പൈശാചിക ബാധയ്ക്ക് നിങ്ങളുടെ മേൽ ആധിപത്യം തകരും. ഹല്ലേലൂയ. ആ ശാപം മുറിയും, ആ പരാജയം മാറും, ആ രോഗദുഃഖം തകരും. ദൈവത്തിന്റെ ദൂതവാഹകരായി, ദൈവത്തിന്റെ ഓഥറൈസ്ഡ് ഏജന്റുകളാക്കി, ദൈവരാജ്യത്തിന്റെ എൻഫോഴ്സേഴ്സ് ആക്കി, ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യം കൊണ്ടുവരുന്ന ഏജന്റുകളാക്കി, ദൈവത്തിന്റെ കമ്മീഷണേഴ്സ് ആക്കി, ദൈവത്തിന്റെ അംബാസഡർ ആക്കി പോകുന്നിടത്തൊക്കെ എത്ര പേര് വിളിച്ചു പറയും ദൈവരാജ്യം വന്നിരിക്കുന്നു, ദൈവരാജ്യം വന്നിരിക്കുന്നു. യേശു പ്രസംഗിച്ചതുപോലെ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ആ ഓരോരുത്തരെയും ദൈവം അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. I am authorized, I am appointed and anointed. Hallelujah. 12 പേരെ കർത്താവ് ഒരുക്കിയെടുത്തു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 12 ജനറൽമാർ പുറത്തു വന്നു. പന്തിയിൽ നിന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കേണ്ട 12 പേരെ കർത്താവ് വേർതിരിച്ചു. അവരെ തയ്യാറാക്കിയ ശേഷം കർത്താവ് അടുത്ത ഒരു കൂട്ടത്തിലേക്ക് കർത്താവിന്റെ കണ്ണുകൾ പോകുകയാണ്. വേറെ 70 പേരെ നിയമിച്ചു. വേറെ 70 പേരെ കർത്താവ് നിയമിക്കുകയാണ്. 12 കഴിഞ്ഞു, വലിയ ടീം മാറി, രണ്ടാമത്തെ ടീമിനെ കർത്താവ് തയ്യാറാക്കുകയാണ്. ജനറൽ, ഒരു വലിയ സേനാപതി, ഒരു വലിയ കമാൻഡർ, ഒരു വലിയ ഓഫീസർ ചെയ്യുന്നത് പോലെ ആ ദൗത്യത്തെ നിർവഹിക്കുവാൻ 12 പേരെ വേർതിരിച്ചു. പിന്നെ 70 പേരെ ആക്കുകയെ തിട്ടപ്പെടുത്തുക. അവർക്ക് കൊടുത്ത ദൗത്യം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണങ്ങളിലും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി ഈ രണ്ടായി അയച്ചു. തനിക്ക് മുമ്പായി ഈ രണ്ടായി കർത്താവ് അയക്കുകയാണ്. കർത്താവ് പോകുവാൻ ആഗ്രഹിക്കുന്ന സകല ഗ്രാമങ്ങളിലും പട്ടണങ്ങളും അതിനു മുമ്പായി 2 പേരെ അയക്കുകയാണ്. അവര് പോയി ഇത് വിളംബരം ചെയ്യണം. യെസ്, അവരോട് പറഞ്ഞത് കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. സ്തോത്രം. വീണ്ടും അവരോടും ആദർശം തന്നെ പകരുകയാണ്. 70 പേരോടും ദൂതൊന്നു തന്നെ, കൊയ്ത്ത് വളരെയുണ്ട്. പൈശാചിക സാമ്രാജ്യം പ്രബലപ്പെട്ട് ഈ ലോകത്തിന്റെ ദൈവമായ പിശാച് അവിശ്വാസികളുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്നു. പക്ഷെ മക്കളെ, നമുക്കത് തിരിച്ചു പിടിക്കണം. മക്കളെ തിരിച്ചു പിടിക്കണം. കടന്നാക്രമിച്ച് ആ ഗേറ്റുകളെ തകർക്കണം. പിശാച് മോഷ്ടിച്ചു പോയിട്ട് അപ്പന്റെ മുതൽ മോഷ്ടിച്ചത്, അപ്പന്റെ മക്കളെ മോഷ്ടിച്ചത് തിരിച്ചു പിടിക്കണം. 12 പേര് ഒരുങ്ങി. 70 പേരുടെ ഉള്ളിലും അതേ ദർശനം, അഭിഷേകം പകരണം. പക്ഷെ ആദ്യം ദർശനം ഉള്ളിൽ വരണം. ദൗത്യത്താൽ പിടിക്കപ്പെടണം. നമ്മുടെ മേൽ ദൈവം ആഗ്രഹിക്കുന്ന ആ മാൻഡേറ്റിനാൽ പിടിക്കപ്പെടുമ്പോൾ ഇതാ 70 പേര് കർത്താവിന്റെ കയ്യിൽ തൊട്ടപ്പെട്ട് വരികയാണ്. അവരും എഴുന്നേൽക്കുകയാണ്. 3 വർഷക്കാലം കർത്താവ് ഉണ്ട്. 3 വർഷക്കാലം കഴിഞ്ഞ് കർത്താവ് പോകും. കർത്താവ് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാം അവസാനിച്ചാൽ ദൈവത്തിന്റെ പദ്ധതി ഭൂമിയിൽ അത് അടഞ്ഞു പോകും. അത് അടഞ്ഞു പോകാതിരിക്കുവാൻ, ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുവാൻ 2 പേരെ കർത്താവ് ചിന്തിക്കുന്നത് പോലെ, കർത്താവ് കാണുന്ന പോലെ, കർത്താവിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുള്ളത് പോലെ, captivated by that same fire, captivated by that same vision, captivated by that same heart of God. അഭിഷേകം പകരണമെങ്കിൽ, അഭിഷേകം വ്യാപരിക്കണമെങ്കിൽ, അഭിഷേകത്തിന്റെ ആഴം വെളിപ്പെടണമെങ്കിൽ, hallelujah, somebody must lay hold of the vision of God. ദൈവത്തിന്റെ ദർശനത്താൽ നാം പിടിക്കപ്പെടുമ്പോൾ അഭിഷേകം ചലിക്കും, അഭിഷേകം കത്തും, അഭിഷേകം ഷൈൻ ചെയ്യും. അതിന് വില കൊടുത്താൽ അഭിഷേകം ജ്വലിക്കും. ഒരു പിശാചിന് നിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ മുമ്പിൽ മുട്ടുമടക്കും, രോഗം മുട്ടുമടക്കും, മന്ത്രവാദികൾ മുട്ടുമടക്കും. ഒരു പുതു അഭിഷേകം ഏലസിൽ വ്യാപരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് പറയുമ്പോൾ ഇതൊരു പഠനം മാത്രമല്ല, ഇതൊരു ദൂതാണ്. There is a corporate anointing. കർത്താവ് അവരെ അയക്കുക. അവരോട് 9-ാമത്തെ വാക്യം നമുക്കൊന്ന് കേൾക്കാം. എന്താണ് 70 പേരോട് കർത്താവ് പറഞ്ഞത്? 9-ാമത്തെ വാക്യം, and heal the sick and therein and say unto them the kingdom of God is come nigh unto you. രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് അവരോട് പറയുവിൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുവിൻ. Somebody say I am chosen. Somebody say I am appointed. Somebody say I am anointed to heal the sick. ദൈവരാജ്യത്തെ സുവിശേഷിക്കുവാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അല്പമെങ്കിലും അഭിഷേകം നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ അഭിഷേകത്തെ നിങ്ങളൊന്ന് വ്യാപാരം ചെയ്യണം. സുവിശേഷം സംസാരിക്കണം. ദൈവരാജ്യത്തിന്റെ സുവിശേഷം നിങ്ങൾ പ്രഘോഷിക്കണം. അതിന് സ്റ്റേജ് വേണ്ട, മൈക്ക് വേണ്ട. ദൈവം നിങ്ങൾക്ക് തരുന്ന അവസരങ്ങളെ വേദികളാക്കി മാറ്റി. രോഗിയെ കണ്ടാൽ പഠിക്കേണ്ട, യേശുവിന്റെ നാമത്തിൽ ആ രോഗത്തെ ഫലസിക്കുക, ആ രോഗത്തെ കൽപ്പിക്കുക, വിട്ടുമാറുവാൻ. അഭിഷേകം വ്യാപരിക്കുന്നതാണ്, അത് ജ്വലിക്കുന്നതാണ്, വെളിപ്പെടുന്നതാണ്. പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഒരു രോഗം മാറിയില്ല, 5 പ്രാവശ്യം രോഗം മാറിയില്ല, സാരമില്ല. നിങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകത രോഗത്തെ സൗഖ്യമാക്കുന്നതാണ്, ദുരാത്മാക്കളെ പുറത്താക്കുന്നതാണ്. നിങ്ങൾ വിശ്വസിച്ചത് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അധികാരത്തെ, അഭിഷേകത്തെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ യേശു പറഞ്ഞത് ചെയ്താൽ, ദൈവരാജ്യം സംസാരിച്ചുകൊണ്ടിരുന്നാൽ, രോഗികളെ സൗഖ്യമാക്കുവാൻ കൽപ്പിച്ചുകൊണ്ടിരുന്നാൽ, ദുരാത്മാക്കളെ മത്സരിച്ചുകൊണ്ടിരുന്നാൽ, നിശ്ചയമായി 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 ഈ അഭിഷേകം നിങ്ങളിൽ നിന്ന് ഒഴുകുവാൻ തുടങ്ങും. നിങ്ങൾ അതിനെ വ്യാപാരം ചെയ്തു തുടങ്ങിയാൽ ഈ അഭിഷേകം നിങ്ങളിലൂടെ വ്യാപരിച്ചു തുടങ്ങും. നിങ്ങൾ വ്യാപാരം ചെയ്താൽ അത് നിങ്ങളിലൂടെ വ്യാപരിക്കും. ഒരു രോഗി സൗഖ്യമായാൽ പിന്നെ നിങ്ങൾക്ക് ആവേശമാകും. ഒരു ദുരാത്മാവ് നിങ്ങളിലൂടെ പുറത്തായാൽ പിന്നെ നിങ്ങൾക്കത് ധൈര്യമാകും. നിങ്ങളുടെ മേൽ കിടക്കുന്ന വിലയേറിയ അഭിഷേകത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഓടി നടന്നതുപോലെ പിശാച് ബാധിച്ചവരെ, രോഗം ബാധിച്ചവരെ, പാപത്തിന്റെ അടിമകളായിരിക്കുന്ന ആ ജനത്തിലേക്ക് യേശുവിന്റെ ഹൃദയം പോയതുപോലെ, മനസ്സലിഞ്ഞതുപോലെ നിങ്ങൾ ഓടുവാൻ ഇടയായിത്തീരും. ഈ അഭിഷേകം നിങ്ങളെ ചലിപ്പിക്കുവാൻ ഇടയായിത്തീരും. 12 പേര് പുറത്തു വന്നു. ഒന്ന് പറയാം, 12 പേര് പുറത്തു വന്നു. അവര് ജോലിയും വേലയും എല്ലാം വിട്ട് യേശുവിന്റെ പിന്നാലെ. ദൈവസഭയിലും അങ്ങനെയല്ലേ? ഹല്ലേലൂയ. ജോലിയും വേലയും എല്ലാം വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ച ചിലരെ നിങ്ങൾക്ക് ഈ സഭയിൽ കാണാം. അത് കഴിഞ്ഞ് സ്തോത്രം, വേലയും ജോലിയും എല്ലാം ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ ദൗത്യം തിരിച്ചറിഞ്ഞ 70 പേര് അവർ തിരിച്ചറിഞ്ഞു. അവർ കർത്താവിന്റെ ദൗത്യം നിർവഹിക്കുവാൻ, കർത്താവിന്റെ രാജ്യത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ എഴുന്നേറ്റ് പ്രകാശിക്കുകയാണ്. കർത്താവ് അതിലും തൃപ്തനല്ല, 12 പേരിൽ തൃപ്തനല്ല.
പേരിൽ തൃപ്തനല്ല. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം തൊട്ട് 18-ാം വാക്യം വരെ നമുക്കൊന്ന് വായിക്കാം. ദൈവസഭയെ കുറിച്ചുള്ള ഒരു ദൈവീക നിയോഗമാണ്. സീസണുകൾ മാറുന്നു. പൊതു അഭിഷേകം നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ 12-ൽ നിന്ന് 70 ആയി. പക്ഷേ 70-ൽ നിന്ന് സഭ മൊത്തം ദൈവത്തിന്റെ അഭിഷേകത്തെ കൈകാര്യം ചെയ്യുന്ന, ദൈവത്തിന്റെ അഭിഷേകത്തെ വ്യാപരിപ്പിക്കുന്ന, ദൈവത്തിന്റെ അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്ന ഒരു കൂട്ടം എഴുന്നേൽക്കുകയാണ്. From the 12 to the 70 to the ecclesia, a church, an army that's rising. Oh, that they are anointed for great exploits. Hallelujah. 16-15 വാക്യം നമുക്കൊന്ന് വായിക്കാം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. കർത്താവ് പറയുകയാണ്, ഒരു മഹാനിയോഗം, മഹാദൗത്യം. അത് അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമല്ല, ചിലുള്ള ഇടയന്മാർക്കും പാസ്റ്റർമാർക്കും ലീഡേഴ്സിന് വേണ്ടി മാത്രമല്ല. ഇതൊരു മഹാനിയോഗമാണ്. ദൈവസഭയുടെ ഭാഗമായിരിക്കുന്ന, ദൈവരാജ്യത്തിന്റെ ഭാഗമായിരിക്കുന്ന എല്ലാവരോടും കർത്താവിന്റെ വാക്കാണ്. മഹാനിയോഗമാണ്. 12-ൽ നിന്ന് 70 ആയി. 70-ൽ നിന്ന് അതൊരു കൂട്ടമായി, കർത്താവിന്റെ ശരീരമായി. നിങ്ങൾ പുറപ്പെട്ടു പോയി എന്ത് ചെയ്യണം? സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കാൻ. എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പവർ തിരിച്ചറിയണമെങ്കിൽ ഞാൻ സുവിശേഷം സംസാരിക്കണം. നിങ്ങൾ ഒരു വ്യക്തിയോട് സുവിശേഷം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ പവർ തിരിച്ചറിയാൻ പറ്റും. സുവിശേഷം കേൾക്കാതിരിക്കുവാൻ അവന്റെ കണ്ണ് കുരുടാക്കുന്ന പിശാചിന്റെ പ്രവൃത്തികൾ അവിടെ വ്യാപരിക്കും. ഒരു കാരണവശാലും നിങ്ങൾ പറയുന്ന സുവിശേഷം അവൻ ഗ്രഹിക്കാതിരിക്കത്തക്കണം അവനെ അടച്ച് മറയ്ക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് കാണാം. പക്ഷെ ഞാൻ ആരാണെന്നും നിങ്ങൾ ആരാണെന്നും നിങ്ങളെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്, നിങ്ങളുടെ വിളിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം, എന്തിനാണ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, എന്തിനാണ് നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്, എന്ത് അഭിഷേകമാണ് വ്യാപരിക്കുന്നത്, നിങ്ങളുടെ വാക്കുകളുടെ പവർ നിങ്ങളെ ബാക്ക് ചെയ്യുന്ന ദൈവത്തിന്റെ കാര്യത്തെ കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ പിശാച് എത്ര കളിച്ചാലും എത്ര പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കിയാലും ഇല്ലേ. സെർജിയസ് പൗലോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സുവിശേഷത്തിന്റെ സത്യവചനം കേൾക്കാതിരിക്കുവാൻ അവിടെയുള്ള എലിമാസ് എന്ന് പറഞ്ഞൊരു മന്ത്രവാദി അവൻ പരിശ്രമിക്കുക, പൗലോസിന്റെ വാക്കുകളെ അഭിഷേകത്തെ കട്ട് ചെയ്യുക. ആ ഭാഗം പെട്ടെന്ന് എടുത്തൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. യെസ്. എന്നാൽ എലിമാസ് എന്ന മന്ത്രവാദി, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർക്കുന്ന ദേശാധിപതിയുടെ വിശ്വാസം തടഞ്ഞു കളയുവാൻ ശ്രമിച്ചു. അവന്റെ വിശ്വാസത്തെ എതിർക്കുവാൻ. But Elymas the sorcerer withstood them, seeking to turn away the deputy from faith. അവിടെ ഒരു അധികാരി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. പൗലോസ് അഭിഷേക പൂർണ്ണനായി ഉറ്റുനോക്കി. Set his eyes on him. Yes. ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുന്നില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരം ഇരുട്ടും അവന്റെ മേൽ വീണു. തിമിരവും ഇരുട്ടും അവന്റെ മേൽ വന്നു. കൈപിടിച്ച് നടത്തുന്നവരെ തിരിഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കേട്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. ആ കാലം ഉയർത്തി പറയാം, ഇത് വിസ്മയിക്കുന്ന കാലമാണ്. ജനം വിശ്വസിക്കുന്ന കാലമാണ്. എലീമാസിന്റെ ശക്തികളെ നിർവീര്യമാക്കുവാൻ ചലിക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കുന്ന, പൊതുവായി വ്യാപരിക്കുന്ന, ദൈവസഭയിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ഘനം നാം ഒന്ന് തിരിച്ചറിഞ്ഞാൽ, come on somebody wave your hands and say we are anointed. ദൈവത്തിന്റെ നേർവഴികളിൽ നിന്ന് അതിന് തടങ്കൽ പാറയായി നിന്ന എലീമാസിനെ പൗലോസ് അപ്പോസ്തലൻ ശാസിക്കുകയാണ്. അവൻ അന്ധനായി തീരുകയാണ്. ദൈവത്തിന്റെ കരം അവന്റെ മേൽ പ്രതികൂലമായി വരികയാണ്. ദൈവത്തിന്റെ കരം അനുകൂലമായി മാത്രമല്ല, ദൈവത്തിന്റെ സുവിശേഷത്തിന് തടയിടുന്ന ഭാരതത്തിലെ പൈശാചിക മണ്ഡലങ്ങൾ തിരിച്ചറിയട്ടെ. ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കുകയാണ്. എലീമാസിന്റെ ശക്തിയെ നിർവീര്യമാക്കുവാൻ, അഹിതോഫേലിന്റെ ആലോചനകളെ അബദ്ധമാക്കുവാൻ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം, the high anointing of God. Hallelujah. അതെ, എത്ര പേർ സുവിശേഷത്തെ പറയും, എത്ര പേർ രോഗികളെ സൗഖ്യമാക്കും, എത്ര പേർ ഒരു ദുരാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയെ കാണുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഒന്ന് കൽപ്പിക്കും, അഭിഷേകം നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്, അഭിഷേകം നിന്റെ മേൽ പ്രദാനം ചെയ്തിരിക്കുന്നത്, അഭിഷേകം നിന്റെ മേൽ ചെയ്തിരിക്കുന്നത് 2 അന്യഭാഷകൾ പറയുവാനല്ല, അതൊരു ആരംഭമാണ്. നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ വിളിയും ദൗത്യവും അറിഞ്ഞ് നീ ഒന്ന് കാലെടുത്ത് വെച്ചാൽ. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം. നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സകല ജാതികളോടും സുവിശേഷം സംസാരിക്കുവാൻ. ഹല്ലേലൂയ. ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. രക്ഷിക്കപ്പെടാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നോക്കിയേ, 12 കഴിഞ്ഞു, 70 പേരുടെ ടീം കഴിഞ്ഞു. ഇപ്പോൾ വിശ്വാസി സമൂഹമാണ്, സഭയാണ്. 12 അപ്പോസ്തലന്മാർ മാത്രമല്ല, 70 ശുശ്രൂഷകന്മാർ മാത്രമല്ല, ഇപ്പോൾ സഭയിലുള്ള എല്ലാ വിശ്വാസികളും ദൈവത്തിന്റെ സൈന്യത്തിലേക്ക് റെഡിയായി വരികയാണ്. ഒരുപക്ഷെ 5 തരം ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കില്ല താങ്കൾ, ശുശ്രൂഷ ഗണത്തിലുള്ളവരായിരിക്കില്ല താങ്കൾ. പക്ഷെ ഒരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെ ഒന്ന് ഉയർത്തി, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ആര് കൈവയ്ക്കും?
നിങ്ങൾ ഒരുപക്ഷെ 12 പേരുടെ കൂട്ടത്തിലായിരിക്കാം, 70 പേരുടെ കൂട്ടത്തിലായിരിക്കാം, വിശ്വാസികളുടെ കൂട്ടത്തിലായിരിക്കാം. നിങ്ങൾ ഏത് കൂട്ടത്തിലാണെങ്കിലും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗം നിങ്ങൾ കേട്ടു. വിശ്വസിക്കുന്ന നിങ്ങളിലൂടെ ദൈവം വൻ പ്രവൃത്തികളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, വീര്യപ്രവൃത്തികളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, നരകത്തെ കൊള്ളയടിക്കുവാൻ ആഗ്രഹിക്കുന്നു, പാതാള ഗോപുരങ്ങളെ തകർക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പന്റെ പദ്ധതികളെ ഭൂമിയിൽ നിവർത്തിക്കുവാൻ നിങ്ങൾക്കും ഒരു പങ്ക് തന്നിരിക്കുന്നു. അത് തിരിച്ചറിയുന്നവർ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആദ്യത്തെ അടയാളം എന്താ? അവർ ഭൂതങ്ങളെ പുറത്താക്കും. എന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളെല്ലാം ദുരാത്മാക്കളെ പുറത്താക്കുവാൻ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, നിങ്ങൾക്ക് ഭൂതങ്ങളെ, ദുരാത്മാക്കളെ പുറത്താക്കുവാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ ദുരാത്മാക്കൾ പുറത്താക്കുന്ന സമയങ്ങളാണ്. ഒന്ന് പറഞ്ഞു തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ ഞാൻ ദുരാത്മാക്കളെ പുറത്താക്കും. യേശുവിന്റെ നാമത്തിൽ രോഗികളുടെ മേൽ ഞാൻ കൈവയ്ക്കും. രോഗികൾ സൗഖ്യമാകും. എന്റെ മേൽ ചലിക്കുന്ന അഭിഷേകം രോഗികളെ സൗഖ്യമാക്കും, ദുരാത്മാക്കളെ പുറത്താക്കും, പാപികളെ മനസ്സാലത്തിലേക്ക് കൊണ്ടുവരും, മരിച്ചവരെ ഉയർത്തും, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കും. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരങ്ങളെ ഒന്ന് തട്ടി. That's the anointing. It's a corporate anointing. 12 പേരിൽ വ്യാപരിക്കുന്ന അഭിഷേകം മാത്രമല്ല, 70 പേരിൽ വ്യാപരിക്കുന്ന അഭിഷേകം മാത്രമല്ല, തന്റെ സഭയിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമാണ്. ഇവിടെ പിശാചിന് നിൽക്കുവാൻ കഴിയാൻ, പിശാച് ശ്വാസം മുട്ടുന്ന പൈശാചിക ബന്ധനങ്ങൾ കരഞ്ഞു ഓടുന്ന ഒരു സ്ഥലമായി ദൈവം ഇതിനെ അഭിഷേകം ചെയ്യുക. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യം. ഒരിക്കൽ അവൻ ഊമനായ ഒരു ഭൂതത്തെ പുറത്താക്കി. ഊമനായ ഒരു ഭൂതത്തെ യേശു പുറത്താക്കുകയാണ്. ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു. പുരുഷാരം ആശ്ചര്യപ്പെട്ടു. അവരിൽ ചിലരോ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാകുന്നു അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ബേൽസെബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. യേശു എന്തായത്? മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിലും ഇതേ വിവരണമുണ്ട്. ആ വ്യക്തിക്ക് ഊമ മാത്രമല്ല, കുരുടനും കൂടെയാണ്. കണ്ണു കാണത്തില്ല, സംസാരിക്കത്തില്ല. കുരുടനും ഊമനുമായ ഒരു വ്യക്തിയാണ് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. കർത്താവ് എന്ത് ചെയ്തു? സഹതപിക്കുകയല്ല, പിതാവാം ദൈവത്തിന്റെ അഭിഷേകത്തിൽ അതിനെ കട്ട് ചെയ്ത് കളയുക. It's a cutting anointing. It's a breaking anointing. ഇന്ന് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം, പകരപ്പെടുവാനുള്ള അഭിഷേകം, ഇത് ജ്വലിക്കുന്നതെല്ലാം ദുരാത്മാക്കളെ തുരത്തുവാൻ, തകർക്കുവാൻ, നിങ്ങളുടെ ഉള്ളിൽ ഒരു വൈരാഗ്യം കൊണ്ടുവരുവാൻ. യേശു എന്താ ചെയ്തത്? ആ ദുരാത്മാവിനെ പുറത്താക്കി. അപ്പോൾ ഊമൻ സംസാരിച്ചു തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ഒരു ഊമൻ നമ്മുടെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ സാരമില്ല, അല്ല, യേശുവിന്റെ നാമത്തിൽ ഊമയാക്കുന്ന ആത്മാവിനെ ഭത്സിക്കുവാനുള്ള ഒരു അഭിഷേകവും അധികാരം. ഊമൻ സംസാരിക്കുക, ജലം ആശ്ചര്യപ്പെടുക. ആ കരമുയർത്തുന്നു പറയാം. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം അനേകരെ ആശ്ചര്യപ്പെടുത്തും. ഇത് ആശ്ചര്യപ്പെടുത്തുന്ന നാളുകളാണ്, വിസ്മയിക്കുന്ന നാളുകളാണ്, ആശ്ചര്യപ്പെടുത്തുന്ന നാളുകളാണ്, വിശ്വസിക്കുന്ന നാളുകളാണ്. പക്ഷെ ഇതെല്ലാം നടന്നപ്പോഴും ചിലരുടെ മനോഭാവം എന്താ? ഇത്ര വലിയ ദൈവപ്രവൃത്തി അവിടെ നടന്നെങ്കിലും അത് കാണാൻ അവരുടെ കണ്ണുകൾ തുറന്നില്ല. വിമർശിക്കുവാൻ ഇന്നും എന്നും ജനം നിൽപ്പുണ്ട്. യേശുവാണ് ദുരാത്മാവ് പുറത്താക്കിയത്, സൗഖ്യം വെളിപ്പെട്ടത്. അവിടെ പെട്ടെന്ന് അടിച്ചിറക്കിയത് എന്താ? ബേൽസെബൂലിനാൽ, പിശാച തലവനെ കൊണ്ടാണ് ഈ ഭൂതത്തെ പുറത്താക്കിയത്. യേശുവിന്റെ മറുപടി അതിലേക്കൊന്നും പോകുന്നില്ല. 20-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട്, ദൈവ ആത്മാവിനാൽ, ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ. ഈ ദൈവത്തിന്റെ ശക്തി എന്താണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ദൈവശക്തി പ്രാപിക്കും. അഭിഷേകം ദൈവത്തിന്റെ ശക്തിയാണ്. യേശു പറയാ, ദൈവശക്തിയാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയാൽ എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. സ്പഷ്ടം. ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. സ്പഷ്ടം. യെസ്. അടുത്ത വാക്യം ശ്രദ്ധിച്ച് കേൾക്കണമേ. ബലവാൻ ആയുധം ധരിച്ചു തന്റെ അരമന കാക്കുമ്പോൾ അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ച്, എങ്കിലോ അവൻ ആശ്രയിക്കുന്ന സർവായുധവർഗം പിടിച്ചു പറിച്ച് അവന്റെ കൊള്ള മുതൽ പങ്കിട്ടെടുക്കുന്നു. അവന്റെ കൊള്ള മുതൽ പങ്കിട്ടെടുക്കും. ബലവാനെ പിടിച്ചു കെട്ടാതെ അവന്റെ കോപ്പുകൾ കവരുവാൻ കഴിയുകയില്ല. അവനെ പിടിച്ചു കെട്ടിയാലോ അവൻ അടിമയാക്കി കൊള്ളയാക്കി വെച്ചിരിക്കുന്ന സകലത്തെയും നമുക്ക് പിടിച്ചെടുക്കാം. ബലവാനെ പിടിച്ചു കെട്ടണമെങ്കിൽ അതിനേക്കാൾ ബലമുള്ള ഒരുവൻ വരണം. യേശു പറയുക, ഈ ഊമനെ ഊമയാക്കിയ ഒരു ബലവാനുണ്ട്. ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായിട്ടുള്ള ലെവലിൽ, ഒരു കുടുംബത്തിന്റെ ലെവലിൽ, ഒരു സമൂഹത്തിന്റെ ലെവലിൽ, ഒരു രാജ്യത്തിന്റെ ലെവലിൽ അടിമയാക്കി വെക്കുന്ന ബലവാന്മാരുണ്ട്. ആ ബലവാനെ പിടിച്ചു കെട്ടാതെ അവനെ അടിമയാക്കി വെച്ചിരിക്കുന്ന ആ വിഷയത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുകയില്ല. അപ്പോൾ ഈ പരീശന്മാരോട്, അവനെ വിമർശിച്ച ജനത്തോട് പറയുക, ഒരു ബലവാനാണ് ഇത് പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത്, പക്ഷെ അവനെ പിടിച്ചു കെട്ടിയതുകൊണ്ടാ ഈ ഊമൻ സംസാരിച്ചത്. അപ്പോൾ എന്താ നാം തിരിച്ചറിയുന്നത്? അവനേക്കാൾ ബലവാനായ ഒരുവൻ വന്നു, അവനെ പിടിച്ചു കെട്ടി. പ്രിയപ്പെട്ടവരെ, ബലവാനായ പിശാചിനേക്കാൾ, വാഴ്ചകളെക്കാൾ, രോഗശക്തികളെക്കാൾ, ദുരാത്മബാധകളെക്കാൾ അവനേക്കാൾ ബലവാനാണ് ആര്? യേശു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി അവനെ പരസ്യ കാഴ്ചയാക്കി. ബലവാനേക്കാൾ വലിയ ബലവാനാണ് നമ്മുടെ യേശു. ആ നാമമാണ് നമുക്ക് തന്നിരിക്കുന്നത്.
ആ കൂട്ടത്തിലാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ബലവാനെ പിടിച്ചു കെട്ടുവാൻ അവനേക്കാൾ ബലവാന്മാരാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളും ഞാനും. ഇന്ന് നമ്മുടെ മേൽ പകരുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകത ബലവാന്മാരെ പിടിച്ചു കെട്ടുവാൻ. ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിലായിരിക്കാം, ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, ഒരു സമൂഹത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, ഒരു ദേശത്തെ അടക്കി വാഴുന്ന ബലവാനായിരിക്കാം. പക്ഷെ ഈ അന്ത്യകാലങ്ങളിൽ പൈശാചിക ബലവാന്മാരെ പിടിച്ചുകെട്ടുവാൻ, പൈശാചിക ദേശശക്തികളെ, രോഗശക്തികളെ, ദുരാത്മശക്തികളെ പിടിച്ചുകെട്ടുവാൻ, അവന്റെ കോപ്പ കവർന്നെടുക്കുവാൻ, അവനെ ജയിച്ച് അവന്റെ സർവായുധ വർഗം പിടിച്ചു പറിച്ച് അവൻ അടിമയാക്കിയിരിക്കുന്ന സകലത്തെ കൊള്ളയടിക്കുവാൻ ഒരു അഭിഷേകം. അത് വ്യക്തിപരമായി കുടുംബത്തിന്റെ ഒരു ലെവലിൽ, ഒരു സമൂഹത്തിൽ, ഒരു ദേശത്തിൽ, ഒരു രാജ്യത്തിൽ വ്യാപരിക്കുന്ന ബലവാന്മാരെ പിടിച്ചുകെട്ടുവാനുള്ള ഒരു അഭിഷേകം. എന്തോ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒരു വലിയ കാര്യം ചെയ്യുക, വ്യക്തിപരമായിട്ട് മാത്രമല്ല. ഇറ്റ്സ് എ കോർപ്പറേറ്റ് അനോയിന്റിംഗ്, ഒരു പൊതു അഭിഷേകം. It's a mass anointing, a mass anointing for mass miracles, for great exploits, for mass deliverances, for mass healings, for great harvest, a mass anointing. ബലവാനെ പിടിച്ചുകെട്ടുന്ന ഒരു സൈന്യം പുറത്തു വരികയാണ്. നരകത്തെ കൊള്ളയടിക്കുന്ന ഒരു സൈന്യം പുറത്തു വരികയാണ്. ബലാത്കാരികളായ പുത്രന്മാരും പുത്രിമാരും പുറത്തു വരികയാണ്. യേശു വെളിപ്പെട്ടതുപോലെ യേശുവിന്റെ ലാംഗ്വേജ് സംസാരിക്കുന്ന, ആ ഭാഷ സംസാരിക്കുന്ന ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപം കവരുവാൻ കഴിയില്ല. പക്ഷെ നോക്കി നിൽക്കുന്ന ജനത്തോടും പിശാചിനോടും വിളിച്ചു പറയാ, എടാ നിന്നേക്കാൾ ബലവാനായ ഒരുവൻ വന്നിട്ടുണ്ടടാ. എന്റെ അപ്പനാണ് എന്നെ അഭിഷേകം ചെയ്ത് അയച്ചത്. നിനക്ക് തലവേദനയായി നിന്റെ രാജ്യത്തെ തകർക്കുവാൻ, കടന്ന് ആക്രമിച്ച് നിന്റെ ഗേറ്റുകളെ തകർക്കുവാൻ എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം. It's a strong man's anointing. ദുരാത്മാക്കളെ കണ്ട് പേടിക്കുകയല്ല, മന്ത്രവാദികളെ കണ്ട് പേടിക്കുകയല്ല, രോഗത്തിന്റെ അവസ്ഥകളെ കണ്ട് പേടിക്കുകയല്ല, പൈശാചിക കൊടുങ്കാറ്റുകളെ കണ്ട് പേടിക്കുകയല്ല. ബലവാനെ പിടിച്ചുകൊണ്ടുള്ള ഒരു അഭിഷേകമാണ്. അങ്ങനെയുള്ള പുത്രന്മാരും പുത്രിമാരുമാ. അതെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അഭിഷേകമാ ദൈവം ദൈവസഭയിലേക്ക് റിലീസ് ചെയ്യുന്നു. It's an anointing to bind the strong man. നരകത്തെ കൊള്ളയടിച്ച് സ്വർഗത്തെ നിറയ്ക്കുവാൻ, ദൈവരാജ്യത്തെ മുന്നേറ്റുവാനുള്ള. Somebody say a strong man's anointing. ബലവാനേക്കാൾ ബലവാനായവന്റെ അഭിഷേകം. ബലവാനേക്കാൾ ബലവാന്റെ അഭിഷേകം. I'm part of the strong man's anointing. Hallelujah. ഈ ബലവാനേക്കാൾ ബലവാന്റെ പ്രത്യേകത എന്താ? അവൻ നോക്കി നിന്നിങ്ങനെ യാചിച്ചുകൊണ്ട് നിൽക്കുകയല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഷ ഒന്ന് വായിക്കാം. 21-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. ബലവാൻ ആയുധം ധരിച്ചു, ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ, യേശു പറയാ, ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവന്റെ വസ്തുക്കൾ ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന്, അവനിലും ബലവാനായ നാം, യേശുവിന്റെ മക്കൾ, ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും അവനെ ജയിച്ചു. നമ്മുടെ പ്രത്യേകത എന്താ? ഈ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ വ്യാപരിക്കുന്നതിന്റെ പ്രത്യേകത എന്താ? ഈ ബലവാനെ ജയിക്കുന്ന ഒരു അഭിഷേകം. അവനെ പിടിച്ചുകെട്ടുന്ന അഭിഷേകമാണ്. അവനെ അറ്റാക്ക് ചെയ്യുന്ന അഭിഷേകമാണ്. അവനെ കോൺകർ ചെയ്യുന്ന അഭിഷേകമാണ്. അവനെ ഡിസ്മാന്റിൽ ചെയ്യുന്ന അഭിഷേകമാണ്. അവനെ തകർത്ത് കളയുന്ന അഭിഷേകമാണ്. അവനെ കെട്ടുന്ന അഭിഷേകമാണ്. ഒന്ന് വിളിച്ചു പറഞ്ഞ, ബലവാനേക്കാൾ ബലവാനാണ് ഞാൻ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇത് പറയുമ്പോൾ, ഈ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ചെയ്യുമ്പോൾ, പുസ്തക ചുരുളിൽ നിങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് വിളിച്ചു പറയുമ്പോൾ, നിങ്ങൾ പോലും അറിയാതെ ഈ അഭിഷേകം നിങ്ങളിൽ ചലിക്കാൻ തുടങ്ങും, ആക്ടിവേറ്റഡ് ആകും. അവനേക്കാൾ ബലവാനായവൻ വന്ന് ജയിച്ച് പിന്നെ അവൻ ആശ്രയിക്കുന്ന സർവായുധ വർഗം, പിടിച്ചു പറിച്ച് നോക്കിയേ. ഈ ബലവാന്മാർ എന്താ ചെയ്യുന്നേ? അയ്യോ ഒന്ന് പോയാൽ നല്ലതായിരുന്നു. അല്ല, പിടിച്ചു ജയിക്കുക, ബലാത്കാരം ചെയ്യുക, ചിലമേൽ അധികാരം ചെലുത്തുക, ചിലത് പിടിച്ചടക്കുക, ചിലത് കയറി ആക്രമിക്കുക, കടന്ന് കയറുക. ഹല്ലേലൂയ. അവൻ ആശ്രയിച്ച സർവായുധ വർഗം എന്ത് ചെയ്യുക? പിടിച്ചു പറിച്ച നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകത എന്താ? പിശാച് കാക്കുന്ന പാതാള ഗോപുരങ്ങളെ നിങ്ങൾ പിടിച്ചു പറിക്കും. The strong man's anointing. പിന്നെ എലിമാസ് ഒരു വിഷയമല്ല, ഒരു വാഴ്ചയും ഒരു വിഷയമല്ല, ലൂസിഫറും ഒരു വിഷയമല്ല. അവനേക്കാൾ ബലവാനായവനാ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അവന്റെ സൈന്യത്തിലാണ് ഞാൻ. ആ നാമമാണ് എന്റെ മേലുള്ളത്. പിടിച്ചു പറിച്ച് പിന്നെന്തെയും അവന്റെ കൊള്ള പകുത്തെടുക്കും. അതെ അതെ അതെ, a corporate anointing, an anointing for great exploits. 1 ശമൂവേൽ 16-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഒരുവനെ രാജാവായി അഭിഷേകം ചെയ്ത ഭാഗമാണ്. എണ്ണക്കൊമ്പായി ശമൂവേൽ വരികയാണ്. ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്ന് സൗൽ രാജാവ് മാറിയപ്പോൾ, തള്ളപ്പെട്ടപ്പോൾ, ദൈവത്തിന്റെ കണ്ണുകൾ വീണ്ടും ഒരുവനെ അഭിഷേകം ചെയ്യുവാൻ അന്വേഷിക്കുകയാണ്. ജസ്സിയുടെ 7 പുത്രന്മാർ വന്നു നിന്നു. പക്ഷെ ദൈവത്തിന്റെ കണ്ണ് വേറൊരു വ്യക്തിയെ അന്വേഷിച്ചു നടക്കുക. 8-ാമത്തെ ഒരു വ്യക്തി ദാവീദിനെ അന്വേഷിക്കുകയാണ്. അവൻ വരാതെ ഞാൻ പന്തിയിൽ ഇരിക്കുകയില്ല, ഞാൻ വന്നത് ഒരുവനെ പുറത്തെടുക്കാനാണ്. 8-ാമനായ ദാവീദ് പുറത്തു വന്നതുപോലെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും യഹൂദ ഗോത്രത്തിന്റെ സിംഹമായ ദാവീദിന്റെ വംശാവലിയിൽ വിശ്വാസത്താൽ വന്നവരാണ് നാം എല്ലാവരും. So we are part of the 8th person. ദാവീദിന്റെ അഭിഷേകം ഒരു രാജിക അഭിഷേകം. അതിനുവേണ്ടി ഓഹരിക്കാരായ നമ്മളെല്ലാവരെയും ദൈവം ആ ലെവലിലേക്ക് മാറ്റുക. 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. ദാവീദിനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്റെ മേൽ വന്നു.
ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. അന്ന് മുതൽ യഹോവയുടെ ആത്മാവ് ദാവീദിന്റെ മേൽ വന്നു. എണ്ണ ഒഴിച്ചു, അഭിഷേകം പകർന്നു, ആത്മാവ് ദാവീദിന്റെ മേൽ വന്നു. ഒരു രാജാവിനെ അഭിഷേകം ചെയ്ത് പുറത്തെടുക്കുകയാണ്, ഒരു രാജകീയ അഭിഷേകം കൈമാറുകയാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കം, ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ. The spirit of the Lord came powerfully. എബ്രായ ഭാഷയിൽ power of the Lord came upon. ശാലാ, എബ്രായ ഭാഷ ശാലാ, അതിന്റെ അർത്ഥം ശക്തിയോടെ, മന്ദമന്ദമായിട്ടല്ല. ശാലാ, the spirit of the Lord rushed upon, came powerfully upon, came mightily upon David. Hallelujah. ദാവീദിന്റെ മേൽ ശക്തിയോടെ ഒരു കൊടിയ കാറ്റായി ഏരച്ച് കയറിയതുപോലെ തന്നെ rushed upon. 17 വയസ്സുകാരനായ ഒരു യൗവനക്കാരൻ ഇസ്രായേലിന്റെ രാജാവായി മാറ്റപ്പെടുകയാണ്. അടുത്ത 13 വർഷം എടുത്തു ഈ അഭിഷേകം ഒന്ന് വെളിപ്പെട്ട് ഹെബ്രോനിൽ രാജാവാകുവാൻ. അത് കഴിഞ്ഞ് വീണ്ടും 7 വർഷം എടുത്തു ഇസ്രായേൽ രാജാവായി തിരിച്ചറിയുവാൻ. നിന്റെ മേൽ അഭിഷേകം വന്ന അടുത്ത ദിവസം അത് വെളിപ്പെട്ടു എന്ന് വരത്തില്ല. പക്ഷെ നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിന് വില കൊടുത്താൽ, അത് തിരിച്ചറിഞ്ഞാൽ, അഭിഷേകത്തെ വ്യാപാരം ചെയ്താൽ, ഒരു ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഗോലിയാത്തിന് നേരെ പാഞ്ഞോടിയ ആ അഭിഷേകം, ആ പകർച്ച, ആ ആത്മധൈര്യം ചില മല്ലന്മാരെ തകർക്കുവാൻ, ചില മല്ലന്മാരെ നിർവീര്യമാക്കുവാൻ, അതെ, ഒരു രാജകീയ അഭിഷേകം. വാഴ്ച നടത്തുവാൻ ഒരു രാജകീയ അഭിഷേകം. പാതാള ഗോപുരങ്ങളെ തകർച്ചോളയാൻ ഒരു രാജകീയ അഭിഷേകം. സിയോൻ കോട്ടയെ പിടിച്ചെടുത്തതുപോലെ, ജബൂസ്യ താവളങ്ങളെ തകർത്തു കളഞ്ഞതുപോലെ, ഫിലിസ്തീയ ശക്തികളെ നിർവീര്യമാക്കിയതുപോലെ, ഗോലിയാത്തിനെ പോലെ മല്ലന്മാരെ നിർവീര്യമാക്കിയ ബലവാനെ പിടിച്ചുകെട്ടുന്ന ഒരു അഭിഷേകം, ബലമുള്ള കോട്ടകളെ തകർത്തു കളയുന്ന ഒരു അഭിഷേകം. A strong man's anointing, a royal anointing, a kingly anointing. Hallelujah. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. Oh hallelujah. An anointing, an anointing. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ദൈവം എന്നെ അഭിഷേകം ചെയ്തതിനായി നന്ദി. എന്റെ മേൽ വെളിപ്പെട്ട അഭിഷേകത്തിനായി, ഉറക്കെന്ന് പറയാം, എന്റെ മേൽ പകർന്ന അഭിഷേകത്തിനായി. അത് നരകത്തെ കൊള്ളയടിക്കുന്ന അഭിഷേകമാണ്, അത് വീര്യം പ്രവർത്തിക്കുന്ന അഭിഷേകമാണ്, അവിശ്വാസികളുടെ കൂടിന്റെ കണ്ണുകളെ തുറക്കുന്ന അഭിഷേകമാണ്, അത് രോഗികളെ സൗഖ്യമാക്കുന്ന അഭിഷേകമാണ്, അത് ദുരാത്മാക്കളെ പുറത്താക്കുന്ന അഭിഷേകമാണ്, ദൈവരാജ്യത്തെ വർദ്ധിപ്പിക്കുന്ന അഭിഷേകം. അഭിഷേകത്തിനായി നന്ദി ദൈവമേ, അങ്ങനെ അഭിഷേകം ചെയ്തതിനായി നന്ദി. താങ്ക് യു ഗോഡ്. ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അഭിഷേകമല്ല ഇന്ന് ഈ ദൈവസഭയിൽ 12 നിന്ന് 70ലേക്കും 70 നിന്ന് ഒരു കൂട്ട അഭിഷേകത്തിന്റെ, ഒരു കോർപ്പറേറ്റ് അനോയിന്റിങ്ങിന്റെ, ഇവിടെ ഉള്ള ചെറിയ മക്കൾ മുതൽ ഏറ്റവും പ്രായമുള്ളവർ വരെ അഭിഷേകത്തിൽ ജ്വലിക്കുന്ന ഒരു തലമുറയായി, ബലാത്കാരത്തോട് ദൈവരാജ്യത്തെ വർദ്ധിപ്പിച്ചെടുക്കുന്ന ഒരു തലമുറ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ അഭിഷേകം കർത്താവേ സ്തോത്രം, ചെങ്ങന്റെ ഊരിൽ നിന്ന് ഭാരതത്തിന്റെ കോണുകളിലേക്കും രാജ്യങ്ങളിലേക്കും അത് പടരുവാൻ, വ്യാപിക്കുവാൻ ഈ സീസണിൽ കർത്താവ് ഞങ്ങളെ കണ്ടതിനായി, ഞങ്ങളുടെ അളവുകളെ, സീസണുകളെ, ലെവലുകളെ, ഡയമെൻഷനുകളെ കർത്താവ് മാറ്റിയതിനായി സ്തോത്രം. We thank you and we thank you and we thank you. Thank you for the royal anointing. Thank you for the kingly anointing. മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം ഞങ്ങളുടെ മേൽ കർത്താവേ അങ്ങ് പകർന്നിരിക്കുന്ന രാജകീയ പുരോഹിത അഭിഷേകത്തിനായി നന്ദി. A royal kingly priestly anointing. Thank you God. നന്ദി പറയുന്നു അപ്പാ, നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. God bless you, God bless you, God bless you.